ഓക്കെ. ഇന്ന് ഞാൻ ഒരു വലിയ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു വലിയ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നിങ്ങളുമായിട്ടൊരു ഇന്ററാക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ സബ്ജക്റ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്, സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെ ആവാം. പക്ഷേ പുതുതായിട്ട് വന്ന ആളുകൾക്ക് അതൊന്നും കൂടെ എന്താ പറയുക, പഴയ ആളുകൾക്ക് ഒന്നുകൂടെ അത് ഒരു റീവൈൻഡ് അല്ലെങ്കിൽ റീതിങ്കിനുള്ള ഒരു സാധ്യതയായിട്ടും പുതിയ ആളുകൾക്ക് അതൊരു പുതിയ അറിവുമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉള്ളത് ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയിലാണ്. ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഈ കോമ്പറ്റീറ്റീവായ ഫീൽഡിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അറിവാണ്. അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ക്ലയന്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിലും ബെറ്റർ ആയിട്ടുള്ള ഒരു അറിവോട് കൂടിയാണ് അവർ വരുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, സോഷ്യൽ മീഡിയയുടെ അവയർനെസ്സുകൾ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പല കൺസൾട്ടൻസി കയറി ഇറങ്ങി പലര് പറഞ്ഞിട്ടുള്ള പല നോളജ് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതെല്ലാം ഒരു ഫുൾ നോളജ് അല്ല താനും. ഇപ്പം പഴയ ആളുകൾ പറയാറുണ്ട്, ഈ ഒന്നും അറിയത്തില്ലാത്തവനെ പ്രശ്നമില്ല, ഈ പകുതി അറിവുള്ളവനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്ന പോലെ, ഈ പകുതി അറിവായിട്ട് വരുന്നവരാണ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രോബ്ലം ചെയ്യുക. ഒന്നും അറിയില്ലാത്തവരെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൺവിൻസ് ചെയ്ത് നമുക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുത്ത് ഒരു ബെസ്റ്റ് കൺട്രിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു കുറെ ചലഞ്ചസ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇതിന് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇന്ന് മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ് അതറിയാൻ നമ്മളിപ്പം മീൻ പിടിക്കാൻ പോകുമ്പം വലിയ കടലിൽ പോയിട്ട് മീൻ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എവിടെയാണോ മീനുള്ളത്, എവിടെയാണോ ചാകരയുള്ളത്, അതിൽ പിടിച്ചിട്ടില്ലേ കാര്യമുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട്, എന്താണ് ഈ ഒരു സമയത്തെ ട്രെൻഡിങ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ബിസിനസ് വരും, എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എഫോർട്ട് വർദ്ധിക്കും. നമ്മളെല്ലാവരും സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് അല്ല. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട്, വലിയ എഫോർട്ട് ഇടാതെ റിസൾട്ടിലേക്ക് പോകുന്നതിനാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന എഫോർട്ടുകൾ ഭയങ്കര ഇതായിരിക്കും, ആ എഫോർട്ടിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ റിസൾട്ട് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കേട്ടിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ വർഷം നമ്മുടെ ഓരോ പാർട്ട്നേഴ്സും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഉള്ള ഒരു റിസൾട്ടാണ്. അതിനുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കൊല്ലത്തെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത കുറേ പ്രൊഡക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് ഒന്നാമത്തെ നമ്മുടെ സ്ട്രാറ്റജി. ആം ഐ ഓഡിയബിൾ? Yes, sir. Some request from any other franchisee or like that. Everybody is on the line? Yeah. Okay, fine. അപ്പൊ നമ്മൾ ഈ വർഷം എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ എക്സ്ക്ലൂസിവിലിറ്റി, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റുകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു, ഒന്നാമത്തെ സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വിസ ലഭിക്കുന്ന അല്ലെങ്കിൽ റിജക്ഷൻ ചാൻസുകൾ ഇല്ലാത്ത, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കൺട്രി ആയിരിക്കില്ല, ഒരു കോളേജ് ആയിരിക്കില്ല നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ളത്. നമുക്ക് വേണ്ട സക്സസ് ആണ്. സക്സസ് വന്നാൽ മാത്രമാണ് നമ്മുടെ എംപ്ലോയീസിന് ഇൻസെന്റീവ് കിട്ടുകയുള്ളൂ, നമ്മുടെ ഓണറിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അറിയില്ല, അല്ല നമ്മൾ എടുക്കുന്ന എഫോർട്ടുകൾക്ക് ഒരിക്കലും റിസൾട്ട് ആരും തരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് നടത്തി. എന്താണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്? ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അരി. പക്ഷെ നമ്മളോട് ആരെങ്കിലും ഇന്ന് അരി വീട്ടിലോട്ട് വിട്ടേക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് ആരും മേടിക്കണമെന്നില്ല. പക്ഷെ ആ സ്ഥാനത്ത് നമുക്ക് വീട്ടിലൊരു ആവശ്യം വന്ന്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. അപ്പൊ ഈ വർഷത്തിലെ എല്ലാ ഓണേഴ്സിനോടും എല്ലാ പാർട്ട്നേഴ്സിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് വരണമെങ്കിൽ ഇത് അങ്ങനെ, അതായത് നമ്മളിലേക്ക് എൻക്വയറി വരുത്തുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി നിങ്ങൾ മെനയുക. പിന്നെ മാർക്കറ്റിൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ എന്ന് ഞാൻ പറയുമ്പോൾ, സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകൾ. ഇപ്പൊ എക്സാമ്പിൾ, നമ്മുടെ സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലെ ഒരു കോമ്പറ്റീറ്റർക്ക് ഈ പ്രൊഡക്റ്റ് ഇല്ല. ഇന്നലെ തന്നെ സെലൻസിനെ സാറുണ്ടോ ഇതില്? സെലൻസിലെ ഉണ്ട് സാർ, അവൈലബിൾ ആണ്. യെസ്. ഫിൻസർ സാറിന് ഇന്നലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നു. അതിനുശേഷം ആ സെയിം ക്ലയന്റ് കേരളത്തിലെ ഒരു പ്രമുഖ കൺസൾട്ടൻസിയിൽ ചോദിച്ചപ്പോൾ ഈ പ്രൊഡക്റ്റ് അവരില്ല, അവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയ കൂടി ഇല്ല. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആളാണ്, കൺസൾട്ടൻസിയുടെ അടുത്താണ്. അപ്പൊ ആ ക്ലയന്റിന് ഒരു സംശയം വന്നു, ഈ ഒരു പ്രൊഡക്റ്റ് അവർ പോലും ചെയ്യുന്നില്ല, അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ, അല്ല ഇത് എന്താണ്, ഇത് റോങ് പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ അവിടെ ഉണ്ടായി. പക്ഷെ ഞാനത് വളരെ കറക്റ്റായിട്ട് ഇടപെട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഫോർ അസ്,
നമ്മളുടെ എക്സ്ക്ലൂസീവ് ആണ്. ഇന്ന് വേറെ ഒരു കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ആർക്കും തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി റിസൾട്ട് വരും. എന്നിട്ട് നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്തില്ലേ ഫിൻസൺ സാറേ? സാർ ക്ലോസ് ചെയ്തു, ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഓരോ പാർട്ട്നേഴ്സിനും എന്റെ റിക്വസ്റ്റ് ഇതാണ്, നമ്മൾ എന്താ പറയാ, കാർഡ് അടച്ച് വെടിവെക്കാതെ ഉന്നം വെച്ച് തന്നെ വെടിവെക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തെ കാര്യം, വിസ കിട്ടുന്ന, ഇപ്പൊ എക്സാമ്പിൾ യൂറോപ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഫീസിന്റെ ഒക്കെ ഒത്തിരി എൻക്വയറീസ് വരും. ഇപ്പം കൂടെ എന്റെ ഒരു ഫോണിലേക്ക് ഒരു കോൾ കയറി വന്നു, സാറേ എനിക്ക് PR വേണം. PR പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ PR സായിപ്പ് കൊടുക്കുമോ? ഇല്ല. അപ്പം PR-ന്റെ എലിജിബിലിറ്റി, അപ്പം നമുക്ക് എൻക്വയറി ഏറ്റവും കൂടുതൽ വരുന്നത് ചിലപ്പോൾ ജോബുകൾക്കായിരിക്കും, അല്ലെങ്കിൽ ഫീസ് കുറഞ്ഞതിനായിരിക്കും. പക്ഷെ ഇതൊന്നും സക്സസ് ആവത്തില്ല. നമ്മൾ ഇങ്ങനെ ഓരോരുത്തരോട് നോളജ് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരു ഫ്രീ സർവീസ് സെന്റർ പോലെ ആയി, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് പോലെ ആയി, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ചാരിറ്റി ഓർഗനൈസേഷൻ പോയി നമ്മുടെ ഓരോരുത്തരും മാറുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ വരത്തില്ല. ഈ രജിസ്ട്രേഷൻ വന്നില്ലെങ്കിൽ നമ്മളുടെ ആരുടെയും മെച്ചം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഒരു ക്യാഷിൽ വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആർക്കും ഒരു മെച്ചം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിസ കൂടുതൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ വിസ സക്സസ് റേഷ്യോ കൂടുതലുള്ള, ഞാൻ ആദ്യത്തെ പറഞ്ഞത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുക. രണ്ടാമത്, ഏറ്റവും കൂടുതൽ വിസ ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുക. മൂന്നാമത്തെ എന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ പ്രൊഡക്റ്റിന്റെ സ്ട്രാറ്റജി. നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഒരു കാറിനെ കുറിച്ച്, കാറിന്റെ ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് നോക്കൂ. മാരുതി കാറും ഉണ്ട്, ഓഡി കാറും ഉണ്ട്, അല്ലെ ബെൻസ് കാറും ഉണ്ട്, അല്ലെങ്കിൽ അതിലും വലിയ കൂടിയ കാറുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, ഓഡി കാർ അല്ല ബെൻസ് അല്ലെങ്കിൽ അതിന്റെ മേളിലോട്ടുള്ള എന്താ പറയാ വണ്ടികളൊക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്? ഹൈ വാല്യൂ ക്ലയൻസിനെ. അപ്പം ഇന്ന് കേരളത്തില് USA, നിങ്ങൾ സ്റ്റഡി അബ്രോഡിന്റെ അല്ലെങ്കിൽ പല കൺസൾട്ടൻസികളുടെയും അവരുടെ പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ USA ചെയ്യുന്ന ഒരു മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നവരൊന്നും മാർക്കറ്റിലില്ല. പക്ഷെ ഞാൻ എക്സ്പ്ലോർ എന്റെ ചങ്കത്ത് കൈവച്ച് പറയാം, വി ആർ വെരി എക്സ്പേർട്ട് ഇൻ USA മാർക്കറ്റ്, ഓസ്ട്രേലിയ മാർക്കറ്റ്, വി ആർ വെരി എക്സ്പേർട്ട്. അപ്പം നമുക്ക് ഈ കുറഞ്ഞ അതുപോലെ തന്നെ ഹൈ വാല്യൂ ക്ലയൻസിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത, പക്ഷെ കൗണ്ട് കുറവായിരിക്കും, നമുക്ക് എൻക്വയറി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ക്ലയന്റ് ഉണ്ടെങ്കിലും അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അത് പ്രീമിയം ഹൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന പെർസെന്റേജ് ഓഫ് ഇൻകവും ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ നമ്മൾ മൂന്നാമത് എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ആരും തൊടാത്ത മേഖലകൾ, എക്സാമ്പിള് USA ഒക്കെ ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പം USA പോലെയുള്ള അല്ലെ ഓസ്ട്രേലിയയിലുള്ള മാർക്കറ്റിനെ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാം. നാലാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് സ്കോളർഷിപ്പ് ഓറിയന്റഡ് പ്രോഗ്രാംസ്, ഫ്രീ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഈ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് ലഭിക്കുന്ന പ്രോഗ്രാംസ്, പബ്ലിക് ഫണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. റെഡിയാണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഈ വർഷം നിങ്ങളുടെ ഓരോ ബ്രാഞ്ചും, ഇതിനകത്ത് പല ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 30ഓളം ആളുകൾ ഇതിനകത്ത്, സ്പ്രൈസിന്റെ സാറ് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് അതുപോലെ തന്നെ ലേൺ ഫോളിയോടെ വന്നിട്ടുണ്ട്, ജിജി സാറ് വന്നിട്ടുണ്ട്, ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒത്തിരി കമ്പനികളിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, എംപ്ലോയീസും ഉണ്ട്, എനിക്ക് തോന്നുന്നു അതുപോലെ ഓണേഴ്സും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജീസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഈ സ്ട്രാറ്റജി ഇപ്പം നമുക്ക് സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യും കാനഡയും ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട്, ജർമ്മനിയിൽ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രബിള് പല കൺസൾട്ടൻസികൾക്കും, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന പല കൺസൾട്ടൻസികൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ എംപ്ലോയീസിനെ അവർ ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഇൻകം കുറഞ്ഞുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമുക്കുള്ള ഒരു ദൈവാനുഗ്രഹം. നമ്മുടെ ഓരോ പാർട്ട്നേഴ്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് A to Z സർവീസസ് ഇൻ എ സിംഗിൾ പ്ലാറ്റ്ഫോം. നമുക്ക് മൾട്ടിപ്പിൾ കൺട്രീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ പബ്ലിക് ഫണ്ടിങ്. നിങ്ങൾക്ക് തിരിച്ചറിയണം എന്താണ് ഫ്രീ എഡ്യൂക്കേഷൻ, എന്താണ് സ്കോളർഷിപ്പ്, എന്താണ് പബ്ലിക് ഫണ്ടിങ്, എന്താണ് ഗ്രാന്റ്, ഗവൺമെന്റ് ഗ്രാന്റ്. അതിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ സിംഗപ്പൂർ പോകുന്ന ഗവൺമെന്റ് ഗ്രാന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടോട്ടൽ ഫീസിന്റെ 50% ഗ്രാന്റ് നൽകി ആ കുട്ടിയെ ഇത് ചെയ്യുന്നു. ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ടിങ് ആണ്, ഫുൾ ഫ്രീ അല്ല. പലർക്കും വിചാരിക്കുന്നത് ഫുൾ ഫ്രീ ആണെന്നല്ല, കുറച്ച് ഫീസ്, ഒരു 90%, നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു 10% ഒക്കെ ഫീസ് അടച്ചാൽ മതിയായിരിക്കും, ബാക്കി 90% അവർക്ക് ഫ്രീ ആണ്. അതാണ് പബ്ലിക് ഫണ്ടിങ്. പിന്നെ എന്താണ് ഗ്രാന്റ് ഓറിയന്റഡ്, ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനിയുള്ളത് സ്കോളർഷിപ്പ്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ കോളേജ് നൽകുന്നതാണ്.
അപ്പൊ ഈ കോളേജ് എങ്ങനെയാണ് സ്കോളർഷിപ്പ് ഒരാൾക്ക് കൊടുക്കുക? ഒരാളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവരുടെ അക്കാഡമിക് ഉണ്ടാവും, അവരുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഉണ്ടാവും, എക്സ്ട്രാ ഇത് എന്താ പറയാ, ഇപ്പൊ എക്സാമ്പിള് IT-യിലെ ഒരാളാണ് ചോദിക്കുന്നത്, അവൻ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച അല്ലെങ്കിൽ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചുള്ള റിപ്പോർട്ടുകൾ, പിന്നെ ലാംഗ്വേജ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർവ്യൂവിലുള്ള ബേസിൽ, ഇങ്ങനെയൊക്കെയാണ് സ്കോളർഷിപ്പുകൾ കിട്ടുന്നത്. അപ്പൊ എന്താണ് സ്കോളർഷിപ്പ് എന്ന് മനസ്സിലായി? സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജുകൾ കൊടുക്കുന്നതാണ്, ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്, പബ്ലിക് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ഗവൺമെന്റ് ഫ്രീ, അവരുടെ പൈസ ഫ്രീ അല്ല സത്യത്തില്, ഗവൺമെന്റ് അവർക്ക് വേണ്ടി അടയ്ക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതും ഈ വർഷം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആർ യു റെഡി? Yes, sir. ഓക്കെ, ഫൈൻ ഫൈൻ, ഗുഡ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പ്രൊഡക്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ ഒരു വലിയൊരു ചന്ത നടക്കുന്നു, തീരാൻ പോവാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ കച്ചവടം നടക്കും അല്ലേ? ഇപ്പൊ ബാങ്കുകളിലൊക്കെ ഞാൻ ജോലി ചെയ്തപ്പോൾ അവിടെ ഈ ഇത് വരും, NFC എന്ന് പറയും, ന്യൂ ഫണ്ട് ഓപ്ഷൻ. അതുപോലെ പുതിയ ഫണ്ടുകൾ വരുമ്പം അവർ ക്ലോസ് ചെയ്യും, ഇത്ര ദിവസം കൊണ്ട് അത് മാത്രം അവർക്ക് കിട്ടുള്ളൂ, ഇത്ര പ്രൈസ് ഓഫറിൽ, ഇത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. പല ലുലുവിന് കച്ചവടം നടക്കുന്നു, ഒരു ദിവസത്തേക്കുള്ള ഓഫർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ദിവസം 2 ദിവസം, അല്ലെങ്കിൽ ആമസോണിൽ കച്ചവടം നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഏറ്റവും തീരാൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം തീരാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ള ഈ 20-ാം തീയതി അല്ലെ 25-ാം തീയതി കൊണ്ട് തീരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സിംഗപ്പൂർ ഗവൺമെന്റ് ആഗസ്റ്റ് ഇൻടേക്ക്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഫയലുകളും അല്ലെങ്കിൽ 20-ാം തീയതി വരെ നമുക്ക് സിംഗപ്പൂരിൽ ഗവൺമെന്റ് ഗ്രാന്റ്, ഈ വർഷം +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ നമുക്ക് ഗവൺമെന്റ് വാങ്ങി കൊടുക്കാം. ഏകദേശം 10-25 ലക്ഷം രൂപ നമുക്ക് ആ കുട്ടികൾക്ക് ഗ്രാന്റ് വാങ്ങി പഠിക്കാനുള്ള ഒരു അവസരമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പല കുട്ടികളും ഇവര് പരീക്ഷ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് വിചാരിക്കുക. ഈയിടെ നമുക്ക് കുറേയധികം രജിസ്ട്രേഷൻസ് വന്നു. ഇപ്പം ഡിഗ്രി കഴിഞ്ഞവര്, PG കഴിഞ്ഞവര് പോലും നമ്മൾ ഈ പ്രോഗ്രാമിൽ, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നേരിട്ട് ഈ വർഷം +2 പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ആ ഗവൺമെന്റ് ഗ്രാന്റിന് അപേക്ഷിക്കാം. ഇത് എത്ര പേരൻസിന് അറിയാം, അല്ലെ എത്ര ഫ്രാഞ്ചൈസി ഓണർക്ക് അറിയാം, അല്ലെ എത്ര സ്റ്റാഫിന് അറിയാം? പലർക്കും അറിയില്ല. അപ്പൊ നമ്മളിപ്പം പബ്ലിസിറ്റി ചെയ്യേണ്ട ഇതാണ്, ഈ 20-ാം തീയതിക്കുള്ള അപേക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏപ്രിലൊക്കെ ഇവരുടെ പരീക്ഷ കഴിയും, ഒരു മെയ് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേന് ഇവരുടെ റിസൾട്ട് വരും, അല്ലെ ജൂലൈ റിസൾട്ട് വരും. നമ്മുടെ നാട്ടിലെ ഇൻടേക്ക് തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ്, പക്ഷെ ഇത് ആഗസ്റ്റ് ഇൻടേക്കിൽ ഇവർക്ക് കയറിപ്പോവാം. നമ്മുടെ കുട്ടികളെ ക്ലാസ്സുകൾ ഇവിടെ തുടങ്ങുന്നതിന്റെ ഒരു 15-20 ദിവസം മുമ്പേ ഇവർക്ക് അവിടെ ക്ലാസ് തുടങ്ങി, ഇവർക്ക് ഒരു ഗ്യാപ്പും ഇല്ലാതെ അവർക്ക് സെറ്റിൽ ആവും. അതാണ് തീരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ്. അതായത് ഈ മാസം ഒരു മാക്സിമം ഇന്നും നമുക്ക് രജിസ്ട്രേഷൻ സിസ്റ്റം പോലെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് സിംഗപ്പൂരിലേക്ക് അതിന്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തിട്ട് നമുക്കൊരു 15-20-ാം തീയതി വരെ മാക്സിമം നമുക്ക് ഇതിന്റെ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും 31-ാം തീയതി കഴിഞ്ഞതാണ്. അപ്പൊ കോളേജ് നമ്മളോട് പറഞ്ഞു കുറച്ച് എടുത്തോ, പക്ഷെ ഒരിക്കലും നിങ്ങൾ സ്കോളർഷിപ്പ് 100% ഗ്യാരണ്ടി കൊടുക്കരുത്, പക്ഷെ ആ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഇത് പ്രകാരമാണ് നമ്മളൊരു 15-20 വരെയും കൂടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്താൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എൻക്വയറി വരും. മനസ്സിലായി? അതൊരു പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു തീരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗവൺമെന്റ് കോളേജ് ഡിഗ്രി പ്രോഗ്രാംസ് ജൂലൈ ഇൻടേക്ക്. അത് അടുത്ത മാസം ഫെബ്രുവരി 20-ാം തീയതി വരെ നമുക്ക് ഫയൽ എടുക്കാം. കാരണം അതിനെല്ലാം 50% ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു പ്രോഗ്രാമാണ് ജോർജിയ നേഴ്സിംഗ് പ്രോഗ്രാം. പക്ഷെ അതിന് ഭാഗ്യവശാൽ നമുക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ മാർച്ച് ഇൻടേക്ക് ലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കാം. ഇപ്പൊ റെഡി ആയിട്ട് ആരെങ്കിലും കുട്ടികൾ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ മാർച്ച് ഇൻടേക്കിൽ തന്നെ കയറ്റിവിടാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുക ലോകത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും കോളേജുകളും അവധിയാണ്. ഒരു ജനുവരി 15-ാം തീയതി വരെ ഫുൾ അവധിയാണ്, അല്ലെ ജനുവരി 10-ാം തീയതിക്ക് ശേഷമാണ് മിക്ക കോളേജുകൾ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞാൽ പടപടാന്ന് അവർ ഓഫറുകൾ വിട്ടു തുടങ്ങും. ഓഫർ വിട്ട് കഴിയുമ്പം നമ്മളിപ്പം നേരത്തെ 3 മാസം വരെ മുമ്പ് അപേക്ഷിച്ച കുട്ടികളുടെ വരെ നമ്മൾ ഓഫർ വെയിറ്റിംഗ് ആണ്. അപ്പം ഈ ഓഫറുകൾ വിട്ട് കഴിഞ്ഞാൽ പടപടാന്ന് ഫീസ് അടക്കേണ്ടി വരും, പടപടാന്ന് അവർക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ കയ്യിൽ മുമ്പിലുള്ള ഈ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ ജോർജിയക്ക് ആരെങ്കിലും നേഴ്സിന് റെഡി ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ജോർജിയക്ക് ചെയ്യാം. അപ്പൊ ജോർജിയയുടെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാല് അതിന്റെ ട്രെയിനിങ് ആക്ച്വലി യൂണിവേഴ്സിറ്റിയുടെ ഈ 15-ാം തീയതിയാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ കോളേജ് ഓപ്പൺ ചെയ്യുന്നത് 13-ാം തീയതിയാണ്. അതിനുശേഷം കോളേജ് പ്രതിനിധികൾ വരുള്ളൂ. അപ്പൊ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ജോർജിയയുടെ ആ നേഴ്സിംഗിന്റെ എന്ന് പറഞ്ഞുതരാം. ഞാൻ എല്ലാ ഗ്രൂപ്പിലും അതിന്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നേഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? അവർക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ, അത് കിട്ടുന്ന ഒരു ലോക റയർ ജോബ് കാറ്റഗറിയിൽ വരുന്ന ഒരു പൊസിഷനാണ് നേഴ്സിംഗ് ജോബ്. നേഴ്സ് പഠിച്ച ഒരാളും ജോലി ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നിൽപ്പില്ല. നമ്മുടെ നാട്ടിലല്ല, ഗ്ലോബലി നിൽപ്പില്ല. ഹെവി ഡിമാൻഡ് ആണ്, അല്ലെ?
പക്ഷെ ഇതിന്റെ കോസ്റ്റ് ആണ് ഭയങ്കരം. ഇപ്പൊ ഞാൻ ഇന്നലെയും കൂടെ മെയിൻ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു, ജർമ്മനി, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, UK, അതുപോലെ തന്നെ പല ന്യൂസിലൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇന്ന് ഹെവി ഡിമാൻഡ് ഉള്ളത്. അപ്പം ഈ രാജ്യങ്ങളിലെല്ലാം നോട്ട്സ് ആവറേജ് ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ആവറേജ് ഇവർക്ക് ഇയർലി ഫീസ് ആണ്. അപ്പൊ 3 വർഷത്തിന്റെ കോഴ്സ് ചിലതുണ്ടാവും, ചിലപ്പോൾ 4 വർഷത്തിന്റെ ഉണ്ടാവും. അപ്പൊ ഇൻറ്റു 4 നിങ്ങൾ അടിച്ചു നോക്കുക, അത്ര എമൗണ്ട് ഇവർ മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദ സെയിം ടൈം അവരുടെ ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസും നമ്മൾ എക്സ്ട്രാ കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കാണ് ഒരു 16 ലക്ഷം രൂപ കാണിക്കണം, ജർമ്മനി അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രികളാണ് ഒരു 10, 13, 14 ലക്ഷം രൂപ ഇവർ ഒരു വർഷത്തെ ലിവിങ് ബ്ലോക്കും ഒരു വർഷത്തിന്റെ ഫീസും അടച്ചാൽ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 25-30 ലക്ഷം രൂപ ഉള്ള ഒരാൾക്ക് ഒരു നേഴ്സിംഗിന് മൂവ് ചെയ്യാൻ ഒരു ലാൻഡിങ് എക്സ്പെൻസ് ആവുന്നുണ്ട്. ആ സ്ഥാനത്താണ് നമ്മുടെ ജോർജിയയുടെ ഒരു ബെനിഫിറ്റ്. ഏകദേശം ഒരു എന്താ പറയാ, അവരുടെ ഇവർക്ക് ആകെ $3,500 ഇവരുടെ ഫീസ് വരുന്നുള്ളൂ. 3 വർഷം കൊണ്ട്, 4 വർഷത്തെ കോഴ്സാണ്, 4 വർഷം കൊണ്ട് ഇവർക്ക് ഒരു 10-12 ലക്ഷം രൂപ ഫീസ് ആവുന്നുണ്ട്. പിന്നെ ഇവരുടെ ഹോസ്റ്റലും അതർ എക്സ്പെൻസും എല്ലാം കൂടെ ചേർത്ത് ഒരു കുറച്ച് പൈസ ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവരുടെ മറ്റുള്ള രാജ്യത്ത് ഒരു വർഷം പഠിക്കാനുള്ള പൈസ എത്രയാവുന്നുണ്ടോ അത്ര പൈസക്ക് ഇവർക്ക് 4 വർഷം കൊണ്ട് പഠിച്ചിറങ്ങാം എന്നുള്ളതാണ്. പിന്നെ IELTS ഇവിടെ ആവശ്യമില്ല, ബ്ലോക്ക് ഫണ്ട് ആവശ്യമില്ല, ഷോമണി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നിലവിൽ ഇവർ ഷെങ്കനിലേക്ക് മാറിയിട്ടില്ല, ഷെങ്കനിൽ ഉടനെ മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം വേണ്ടിവരും. അതുകൊണ്ടാണ് ഈ ബാച്ചും കൂടെ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കും. അടുത്ത ബാച്ച് തൊട്ട് ചിലപ്പോൾ അവർ ഷെങ്കനിലേക്ക് മാറാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഷെങ്കന്റെ നിയമങ്ങളിലേക്ക് വരും. പിന്നെ ഇവർ കൊടുക്കുന്ന മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠനത്തോടൊപ്പം ഇവര് നമ്മുടെ നാട്ടിലൊക്കെയാണ് കുട്ടികൾ ഇന്ന് ഈ ജർമ്മൻ പഠനത്തിന് വേണ്ടി ഒത്തിരി സമയം കളയുക. ഒത്തിരി 2 വർഷവും 3 വർഷവും ഒക്കെ പഠിച്ച് ഇപ്പോഴും ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഒന്ന് ഹൗസ്ഫുൾ പ്രോഗ്രാമിന് സമയം കളയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം കളയുന്നവരുണ്ട്. അവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ്, അവരുടെ സമയം പോകുന്നില്ല. ഇപ്പൊ +2 ഏത് സ്ട്രീമിൽ പഠിച്ചവർക്ക്, ഇപ്പൊ നമ്മുടെ നാട്ടില് നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ +2 ബയോളജി പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ ജോർജിയയുടെ എന്ന് പറഞ്ഞാൽ +2 ഏത് സ്ട്രീം പഠിച്ചവർക്കും അവർക്ക് എൻട്രി ആവാന്നുള്ളതാണ്. കാരണം അവിടുത്തെ ആദ്യത്തെ ഒരു വർഷം അവര് ബയോളജി പോലെയുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ജർമ്മൻ ലാംഗ്വേജും പഠിപ്പിക്കും. ഈ 4 വർഷം കൊണ്ട് അവർ ജർമ്മൻ ലാംഗ്വേജോട് പഠിപ്പിച്ചിട്ട് 4ാമത് വർഷം ഈ നേരെ ജർമ്മനിക്ക് അവർ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ജർമ്മനിക്ക് ഈസി ആയിട്ട് അവർ പ്ലേസ് ചെയ്യും. അങ്ങനെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ മാംഗ്ലൂരോ ഒക്കെ പഠിക്കുന്ന ഒരു ചെലവില് ഇവർക്ക് നേഴ്സിംഗ് പഠിക്കും. അത് നമ്മുടെ ഒരു തുറുപ്പുചീട്ട് പ്രൊഡക്റ്റ് ആണ്. റെഡിയാണോ? നമ്മുടെ സിംഗപ്പൂർ പോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് ഉണ്ട്, അതുകൂടാതെ സെപ്റ്റംബർ ഇൻടേക്കും ഉണ്ട്. ഇപ്പൊ മാർച്ച് ഏപ്രിൽ പോകാൻ പറ്റുന്നില്ലാത്ത ആളുകൾക്ക് നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കും കൊടുക്കാൻ സാധിക്കും. റെഡിയാണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് അവസാനം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നോട് ചോദിക്കാൻ സാധിക്കും ഈ പ്രസന്റേഷൻ കഴിഞ്ഞ ശേഷം. ഓക്കെ. പിന്നെ അടുത്ത ഒരു പ്രൊജക്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ആണ് ജർമ്മനി ഹൗസ്ഫുൾ പ്രോഗ്രാം. നിങ്ങളുടെ കയ്യിൽ B2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നിൽപ്പുണ്ടെങ്കിൽ, B2 കഴിഞ്ഞ് പാസ്സായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ, ഈ 15-ാം തൊട്ട് ഇന്റർവ്യൂ തുടങ്ങുവാണ്. 25-ാം തീയതിക്ക് ഇടയിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് അവർക്ക് ജോബ് കോൺട്രാക്ട് കൊടുക്കും. സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും. 1350 യൂറോ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടി അവർക്ക് അസിസ്റ്റന്റ് നഴ്സിംഗ് പഠിക്കാം. നിങ്ങൾ വിചാരിക്കും ഹൗസ്ഫുൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു BSc നഴ്സിംഗോ അല്ലെ നഴ്സിംഗോ ഒന്നും അല്ല, ഒരു നഴ്സിംഗ് പ്രോഗ്രാം ഉള്ളത് മാത്രമേ ഉള്ളൂ. 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ആണത്. ആ ഒരു കോഴ്സിന് താല്പര്യമുള്ള ഡിഗ്രി മീൻസ് A2 ഉള്ളവർക്ക് മാത്രമാണത്, B2 ഉള്ളവർക്ക് മാത്രമാണ് അത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്ന ആ ഒരു പ്രോഗ്രാം. അതാരെങ്കിലും ഇവിടെ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ നമ്മുടെ നാട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് 15-ാം തീയതി തന്നെ ഇന്റർവ്യൂ തുടങ്ങുകയാണ്. 25-നുള്ളിൽ ഇവർക്ക് കോൺട്രാക്ട് എല്ലാം സൈൻ ആയിട്ട് അവർ ഏപ്രിൽ ഇൻടേക്കിൽ അവർ കയറി പോകും. എന്ന് പറഞ്ഞാൽ മാർച്ചിൽ ഒരു ട്രാവൽ ചെയ്യും. ഓക്കെ, അത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടെ നമ്മുടെ കയ്യിൽ വന്ന് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നേഴ്സാണ്, അതായത് ഇന്ത്യയിൽ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞു പഠിച്ചു നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് അത് BSc നഴ്സിംഗോ അല്ല ജനറൽ നഴ്സിംഗോ ആയിക്കോട്ടെ, അവര് ഇന്ത്യയിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്, അവർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് B1 B2 ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നേഴ്സിംഗ് പ്ലേസ്മെന്റ് ജർമ്മനി കൊടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതായത് നേഴ്സ് ആയിരിക്കണം, രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം, ലാംഗ്വേജ് അതിന് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണത്. അവർക്ക് വേറെ എക്സ്പെൻസുകളൊന്നും അവർക്ക് വരുന്നില്ല. നേരെ ജോബിലേക്ക് അവർ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു പ്രോഗ്രാമും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ നേഴ്സ് ആയിരിക്കണം. പിന്നെ ഇനി ചിലരാരെങ്കിലും പറയുവാണ്, സാറേ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് നേഴ്സാണ്, എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞാൽ, അല്ല ഇനിയിപ്പം വേറെ ഏതെങ്കിലും കോഴ്സുകൾ IELTS വേണ്ട കോഴ്സുകൾ IELTS ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കൂടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. IELTS ഫ്രീ ട്രെയിനിങ് 1 മന്തിന്റെ 1.5 മന്ത് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. അത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ. അതിനകത്ത് IELTS മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഇവരെ ആ രാജ്യത്ത് പോയി ഇന്റർവ്യൂ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സ്കില്ല്,
CV പ്രിപ്പറേഷൻ സ്കില്ല്. കാരണം ഓരോ രാജ്യത്തും CV പ്രിപ്പയർ ചെയ്യുന്ന പോലും വ്യത്യസ്തമാണ്. ഇപ്പൊ യൂറോപ്പിലാണ് യൂറോ പാസ് ആവുന്ന ലെവലിലുള്ള CV പ്രിപ്പയർ ചെയ്യണം. പല കുട്ടികളും വിദേശത്ത് പോയി പണി കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം ഇതൊന്നും അവർക്ക് അറിയില്ല, അന്വേഷിച്ച് നടക്കുന്നില്ല. യൂറോ പാസ്, കാരണം ഇവിടുത്തെ മാൻ പവർ ഒന്നും അല്ല അവിടെ CV സ്കൂട്ടിന് ചെയ്യുന്നത്, കമ്പ്യൂട്ടറാണ്, AI ആണ്. അപ്പൊ യൂറോ പാസ് അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV പോലും അല്ല ഇവിടെ എങ്കിൽ ഇവർ റിജക്ട് ആയിപ്പോകും. അങ്ങനെയുള്ള കുറെ ട്രെയിനിങ്ങുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർവ്യൂവിന് എങ്ങനെ സ്കോളർഷിപ്പ് ചെയ്യാൻ ചെയ്യും, അങ്ങനെയുള്ള ഒരു ടോട്ടൽ സബ്ജക്റ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലൂടെ നമ്മൾ ഓരോ ദിവസം എല്ലാ ദിവസവും ഇപ്പം 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് നമ്മുടെ കൂടെ സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്തവര്, അതുപോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി കുട്ടികൾക്കെല്ലാം നമ്മളിപ്പോൾ സൗജന്യമായിട്ട്, നമ്മളോട് ഇന്ന് കേരളത്തിൽ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല, നമ്മുടെ ഏത് പാർട്ണർ ബ്രാഞ്ചിലുള്ളവർക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് കൊടുക്കുന്നതാണ്. പിന്നെ ജർമ്മൻ പഠിക്കുന്നവർക്ക് A1 നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും. നമ്മൾ ഫുള്ള് സൗജന്യമായിട്ട് കൊടുക്കില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു നേഴ്സ് വരുവാണ്, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ജർമ്മൻ സൗജന്യമായിട്ട് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഫീസും നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ, A2ഉം B1ഉം B2 ഒക്കെ. ഓക്കെ, അല്ല ഇനിയിപ്പം അവർക്ക് ഫിസിക്കൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് സ്വന്തം സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ കൊടുക്കാം. ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഹെഡ് ഓഫീസിൽ നമ്മുടെ കട്ടപ്പനെ നമ്മളിവിടെ കുറച്ച് കുട്ടികൾ പല പാർട്ട്നേഴ്സിന്റെ ഇവിടെ വന്ന് താമസിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് എഡ്യൂക്കേഷൻ നമ്മൾ ഫ്രീ ആണ് കൊടുക്കുന്നത്. ബാക്കി ഇവിടെ വന്ന് റെന്റ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കണം. ഇവിടെയും നമ്മൾ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് ജർമ്മന്റെ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ജർമ്മനും മാത്രമല്ല ഇംഗ്ലീഷിന്റെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു മാസം 1.5 മാസത്തിന്റെ ബേസിക് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുള്ളൂ. അതിന്റെ അഡ്വാൻസ് വേണമെങ്കിൽ അവർ പേയ്മെന്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ എത്രയും പെട്ടെന്ന് സിംഗപ്പൂരിന്റെ ഈ പറഞ്ഞ കാര്യം 20-ാം തീയതി വരെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ ചില ബ്രാഞ്ചുകൾക്ക് ചിന്തയുണ്ട്, ഇതെല്ലാം കഴിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് നമുക്ക് എല്ലാ മാസവും ഇന്ത്യക്കുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പിൽ ഓർമ്മിട്ടിട്ടുണ്ട്, സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ്. അത് എല്ലാ മാസവും നമുക്ക് എടുക്കാം. അത് നിങ്ങൾ ഒരിക്കലും സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിനെയും സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജിനെയും രണ്ടും കൂടെ കുഴപ്പമാക്കല്ല. ഇത് രണ്ട് ഓപ്പോസിറ്റ് സ്വഭാവമാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ ഫീസ് കുറവാണ്. ഇത് രണ്ടും ഉള്ള ഒരു താരതമ്യം നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ഒരു 45-40 വയസ്സുള്ള ഒരാൾ പറയാം, എനിക്ക് സാറേ എനിക്ക് വിദേശത്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കൺട്രിയും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ സിംഗപ്പൂരിന്റെ പ്രൈവറ്റ് കോളേജ് നിങ്ങൾക്ക് കൊടുക്കാം. മാർക്ക് തീരെ കുറഞ്ഞു സാറേ, എനിക്ക് SLC മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഫണ്ട് തീരെ ഇല്ല സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു 3 ലക്ഷം രൂപ അവർക്ക് മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈവറ്റ് കോളേജ് കൊടുക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് എല്ലാ മാസവും ഇന്ത്യക്കുള്ളതാണ് സിംഗപ്പൂർ ഈ പ്രൈവറ്റ് കോളേജ്. പിന്നെ ഇതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ഇന്ത്യക്കിന്റെ മെയിൻ വർക്ക് തുടങ്ങുവാണ്. അതൊരു ജനുവരി ലാസ്റ്റോട് കൂടി ഫെബ്രുവരിയോട് കൂടി നമ്മുടെ ലോകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഓപ്പൺ ആവുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നമ്മൾ മാർക്കറ്റിംഗ് തുടങ്ങിയാലാണ് നമുക്ക് ആ ഒരു സമയം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് കുട്ടികളെ നമുക്ക് കയറ്റിവിടാൻ സാധിക്കുള്ളൂ. ഈ MBBS ഉൾപ്പെടെ 12 രാജ്യങ്ങളിലേക്കുള്ള MBBS ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മാർച്ച് തുടങ്ങി അല്ലെങ്കിൽ ഫെബ്രുവരി തുടങ്ങി നമുക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെപ്റ്റംബറിൽ തൊട്ട് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് നമുക്കൊരു ഹ്യൂജ് നമ്പർ ഓഫ് ഓരോ ബ്രാഞ്ചുകൾക്കും നിങ്ങൾക്ക് കയറ്റിവിടാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ആം ഐ ഓഡിബിൾ? Yes, sir, audible. ഓക്കെ, അപ്പൊ ഇനിയിപ്പം നമുക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ ഒബ്ജക്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിലേറ്റഡ് ടു ദിസ് സബ്ജക്ട് ഞാൻ അഡ്മിനിസ്ട്രേഷൻ സൈഡിലോ അല്ലെങ്കിൽ പിന്നെ മാനേജറിയൽ സൈഡിലോ ഉള്ളതല്ല, ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. അഡ്മിനിസ്ട്രേഷൻ സൈഡൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിനുള്ള, കാരണം മറ്റുള്ളവരുടെ സമയത്തിന് നമ്മൾ ഇത് സമയം വാല്യൂ കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഏകദേശം 38ഓളം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഞാൻ ഇന്ന് ഇത്രയും നേരം പറഞ്ഞു ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഈ വർഷത്തെ സ്ട്രാറ്റജി 3-4 കാര്യങ്ങളിലാണ്. ഒന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എത്രയും പെട്ടെന്ന് തീരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു ഇൻബൗണ്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് എൻക്വയറി വരും. അതൊക്കെ നമ്മളൊരു പെയ്ഡ് ആഡ് ചെയ്താലൊക്കെ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന അല്ലെങ്കിൽ നമുക്ക് വാക്കിൻ ചെയ്യുന്ന പല ബ്രാഞ്ചുകളും ഉണ്ട്. ഇപ്പൊ സ്പൈസിൽ തന്നെ ജോണി സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ ഇത് ഇഷ്ടംപോലെ ലീഡ് വന്നു കിടപ്പുണ്ട്. പക്ഷെ അവർക്കത് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കിടാൻ അത്രയും കൗണ്ട് ഇങ്ങോട്ട് ഇൻബൗണ്ട് വന്ന് കിടക്കുവാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇനി അടുത്ത രണ്ടാമത്തെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ള റിലേറ്റഡ് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കൂ. ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? സാർ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഇപ്പോ ഓഗസ്റ്റ് ഇൻടേക്ക് സിംഗപ്പൂര് നമുക്കിപ്പോ കോളേജസ് ഉണ്ടല്ലോ, ഇപ്പോ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഇതല്ലാതെ ഇപ്പൊ ലൈവായിട്ട് ബാച്ചലർ കോഴ്സിലേക്ക് അഡ്മിഷൻസ് ഉണ്ടോ? യെസ്, അതാണ് നമ്മുടെ സിംഗപ്പൂർ ബാച്ചിലർ കോഴ്സിന് ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ഡിഗ്രിയുടെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്.
അത് ജൂലൈ ഇൻടേക്ക് ആണ്. ഓക്കെ, ജൂലൈ ഇൻടേക്ക്. അതിനകത്ത് കോളേജുകളുണ്ട്. അത് ഇതേപോലെ തന്നെ ഗവൺമെന്റ് കോളേജാണ്, എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടും. 50% എന്താണ് 75% മാർക്കിൽ കൂടുതലുള്ള +2 ആളുകൾ IELTS മസ്റ്റ് ആണ് അതിന്. പക്ഷെ IELTS ഇല്ലാത്തൊരു കുട്ടി നമ്മുടെ കൂടെ രജിസ്റ്റർ ചെയ്യണം, നമ്മൾ ഫ്രീ IELTS കൊടുക്കും അവർക്ക്. IELTS എത്ര മാർക്ക്? 6.5 മിനിമം വേണം. അത് ഗവൺമെന്റ് കോളേജിന്റെ ഉണ്ട്. ഗവൺമെന്റ് മറ്റെല്ലാം ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ ഇത് 4 ഇയർ ഡിഗ്രി കോഴ്സുകളാണ്. അപ്പം ജൂലൈ ഇൻടേക്ക് ആണ് വരുന്നത്. ജൂലൈ ഇൻടേക്ക് കഴിഞ്ഞ് സെപ്റ്റംബർ ഇൻടേക്ക് രണ്ടാമതും വരുന്നുണ്ട്. ഇപ്പൊ ജൂലൈ ഇൻടേക്കിൽ പോകാൻ പറ്റത്തില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്ക് നമുക്ക് രണ്ടാമതും വരുന്നുണ്ട്. പിന്നെ അതുപോലെ സെപ്റ്റംബറിൽ PG കോഴ്സുകളും ഗവൺമെന്റ് കോളേജുകളിൽ നമുക്ക് വരുന്നുണ്ട്. PG കോഴ്സുകളും വരുന്നുണ്ട് സിംഗപ്പൂർ. ഗവൺമെന്റ് കോളേജിൽ പഠിച്ചാൽ മാത്രമേ സിംഗപ്പൂരിൽ PR കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മൾ അധികം പ്രൊമോട്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു PR ഓറിയന്റഡ് പ്രോഗ്രാം ആയിട്ടാണ്. സെമി ഗവൺമെന്റ് കോളേജുകൾ അല്ലേ? എന്തോ ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ ഇപ്പൊ നാഫ, അതുപോലെ നാഫ അല്ല ലാസ്ല എന്നൊക്കെ പറയുന്നത്. സെമി എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ഫണ്ടഡ് ആണ്, ഗവൺമെന്റ് ആണ് ഗ്രാന്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ സർട്ടിഫിക്കേഷനും അതിന്റെ ഫണ്ടിങ്ങും എല്ലാം ഗവൺമെന്റ് തന്നെയാണ്. മനസ്സിലായി. അതിനെ സെമി ഗവൺമെന്റ് എന്ന് തന്നെ പറയാം, പക്ഷെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 വർഷത്തിൽ കൂടുതലുള്ള കോഴ്സുകളെ ഈ ഗവൺമെന്റ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഉള്ളൂ. അതിന്റെ താഴെ ഉള്ളതെല്ലാം പ്രൈവറ്റ് കോഴ്സുകളാണ്. ഇതേ പ്രൈവറ്റ് കോളേജുകൾ തന്നെ 1 വർഷത്തെ കോഴ്സ് 1.5 വർഷത്തിന്റെ 2 വർഷത്തിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കോഴ്സ് ആയിട്ട് മാറും, ഗവൺമെന്റ് ഓറിയന്റഡ് അല്ല. PG കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇപ്പം നിലവിൽ വന്നിട്ടില്ല. അത് നമുക്കൊരു ഫെബ്രുവരി അവസാനത്തോടു കൂടിയേ PGയുടെ വരുള്ളൂ. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക്, കാരണം നമുക്ക് ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടേണ്ടതുകൊണ്ട് കോഴ്സുകൾ ഒത്തിരി നമ്മുടെ കോഴ്സ് ഫൈൻഡറിൽ കിടപ്പുണ്ട്. സിംഗപ്പൂരിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്ന് അടിച്ചിട്ട് PG കോഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ PG കോഴ്സുകൾ അത് കാണാം. പക്ഷേ സിംഗപ്പൂരിൽ PG കോഴ്സ് ചെയ്യുന്ന വിചാരിച്ചുള്ള ആൾക്കാർക്ക് PR കിട്ടുന്നില്ല. ഗവൺമെന്റ് ഗ്രാന്റ് ഓറിയന്റഡ്. അപ്പൊ ഈ ഗവൺമെന്റ് ഗ്രാന്റ് ഓറിയന്റഡ് ടൈപ്പിനാണ് നമ്മളിപ്പം അതിനെ കോളേജുകളായിട്ടും ഗ്രാൻഡ് കമ്മിറ്റി ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഗ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കേരളത്തിലെ പല ആളുകൾക്ക് ഇതിന്റെ ഉള്ള ഒരു ടൈപ്പ് കിട്ടാത്തതല്ല, അവർക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തത്. ക്ലിയർ ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കൊരു ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടി PG പ്രോഗ്രാംസ് നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിന്റെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ നമുക്ക് UG പ്രോഗ്രാം ഉണ്ട്, ജൂലൈ ഇൻടേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ സാർ, അപ്പൊ നമ്മുടെ ഡിപ്ലോമ കോഴ്സ് പയ്യെ ഈ ഒരു 25 സ്റ്റോപ്പ് ആവുകയാണ്. അതിനുശേഷം ഡിഗ്രി PG സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ UG 4 വർഷത്തിന്റെയും 3 വർഷത്തിന്റെയും നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. ഡിഗ്രി കോഴ്സിന് ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി വന്ന് പറയുകയാണ് എനിക്ക് 3 വർഷത്തിന്റെ ഡിപ്ലോമ വേണ്ട, എനിക്ക് 4 വർഷത്തിന്റെ UG മതി എന്ന് പറഞ്ഞാൽ UG കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം അത് ജൂലൈ ഇൻടേക്ക് ആണ്, ആഗസ്റ്റ് ഇൻടേക്ക് അല്ല. അപ്പൊ അവരെല്ലാം IELTSഉം റെഡിയാണ്, അവര് എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് ഇപ്പോഴേ അപേക്ഷ തുടങ്ങാം. അത് ഫെബ്രുവരി 20 അപേക്ഷ സ്റ്റോപ്പ് ആവും അവരുടെ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 20 ആണ് UG കോഴ്സിന്. PG ആണ് സർ? PG വന്നിട്ടില്ല. PG സെപ്റ്റംബർ ഇൻടേക്കിൽ ഇനി സമയമുണ്ടല്ലോ. ഓക്കെ, ഇതിപ്പോ ജൂലൈ കഴിഞ്ഞ അപ്പൊ തന്നെ സെപ്റ്റംബറിന്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ലീഡ് ജനറേഷനോ കാര്യങ്ങളോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് യു ക്യാൻ. ലീഡ് ജനറേഷൻ ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ട. നമ്മൾ ലീഡ് എടുത്തോണ്ടിരിക്കുന്നു, അവർക്ക് അവരുടെ ഡോക്യുമെന്റ് കളക്ട് ചെയ്ത് നമുക്ക് എടുക്കാം, ഒരു പ്രയാസവും ഇല്ല. നമുക്ക് ഒരിക്കലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് റൺ ചെയ്യാം. കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. നിലവിൽ നമ്മുടെ കയ്യിലുള്ള ബ്രോഷറിൽ തന്നെയുള്ള പേയ്മെന്റ് സ്ട്രക്ചർ അല്ലേ വരുന്നുള്ളൂ നിലവില്? അല്ലല്ല, അതിന് പ്രത്യേകമുണ്ട്. അതിന്റെ പ്രത്യേകം ബ്രോഷർ ഞാൻ അയച്ചിട്ടുണ്ട്. UGയുടെ പേയ്മെന്റ് വ്യത്യാസമുണ്ട്. UGയുടെ സാർ അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടത് ജസ്റ്റ് ഒരു 5 lakhs കൂടി മാറ്റം ഉണ്ട് അതിനകത്ത് അല്ലെ? അത് തന്നെ എമൗണ്ടിന്, അതായത് ഫീസിനും ടോട്ടൽ ലാൻഡിംഗ് എക്സ്പെൻസ്. UGയുടെ ഡിപ്ലോമ കോഴ്സിനാണെങ്കിൽ നമുക്കൊരു 17,500 സിംഗപ്പൂർ ഡോളറിന് അവരുടെ ലാൻഡിംഗ് എക്സ്പെൻസ് തീരുന്നുണ്ട്. മറ്റേത് 25,000 സിംഗപ്പൂർ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15-16 ലക്ഷം രൂപ അവർക്ക് വരുന്നുണ്ട്. മറ്റേത് ഒരു 11 ലക്ഷത്തിൽ തീരും. ഇത് 3 വർഷത്തെ കോഴ്സാണ്, മറ്റേത് 4 വർഷത്തെ കോഴ്സാണ്. പിന്നെ അതുപോലെ അവരുടെ സ്കോളർഷിപ്പിന് ശേഷം കിട്ടുന്ന എമൗണ്ട്, മറ്റേത് നമുക്കൊരു 3.5 ലക്ഷം രൂപ സെമസ്റ്റർ വരുള്ളെങ്കിൽ UGക്ക് ഏകദേശം 5.5-6 ലക്ഷം രൂപ വരും. സാർ ബേസിക്കലി നമ്മൾ പിച്ച് ചെയ്യാനുള്ള നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ കവർ ചെയ്യുന്നുള്ള രീതിയിൽ എല്ലാം നമ്മൾ അതിനകത്ത് എന്തൊക്കെ സേവനങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ പറയുന്നില്ലേ.
ഫ്ലൈറ്റ് ടിക്കറ്റ്, അവരുടെ ഒരു മാസത്തെ റെന്റ്, അവരുടെ വാടക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ആ ഒരു നമ്മൾ ആ സർവീസ് ഒരു 20 സേവനങ്ങൾ ആ ബ്രോഷറിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടെയാണ് ലാൻഡിംഗ് എക്സ്പെൻസ് പറയുന്നത്. ഓക്കെ സർ, ഓക്കെ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ ചിലർ ഈയിടെയൊക്കെ കുറെ ബ്രാഞ്ചിൽ നമുക്ക് എൻക്വയറി വന്നായിരുന്നു, ഇതുപോലെ പല ഏജൻസിയിൽ നിന്ന് പറ്റിക്കപ്പെട്ടിട്ട് ഈ 1 വർഷത്തെ കോഴ്സിന് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ആയി, പക്ഷേ അവർക്ക് വീണ്ടും അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം 1 വർഷത്തെ കോഴ്സിന് പോയാൽ അവർ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും, അല്ലെ വേറെ രാജ്യത്തേക്ക് അവർ മൂവ് ചെയ്യണം. അങ്ങനെയുള്ള ഒത്തിരി കുട്ടികൾ എനിക്ക് അഡ്മിഷനും ബാക്കി കാര്യങ്ങളും ഗ്രാൻഡ് ഒക്കെ കിട്ടിയാൽ മതി, എനിക്ക് നിങ്ങളുടെ ടിക്കറ്റ് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അവിടുത്തെ അക്കോമഡേഷൻ വേണ്ട, വേറെ സർവീസുകളൊന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് നമുക്ക് $17,500 സിംഗപ്പൂർ ഡോളർ ആവശ്യം വരില്ല. അവർക്ക് $13,500 സിംഗപ്പൂർ ഡോളറെ അവർക്ക് ടോട്ടൽ എക്സ്പെൻസ് വേണ്ടി വരുള്ളൂ. നിലവിൽ സിംഗപ്പൂരിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ തന്നെ ആരെങ്കിലും ഉണ്ട്, അവർക്ക് ബന്ധുക്കൾ അവിടെ ഉണ്ട്, ബാക്കി സർവീസുകളൊന്നും വേണ്ട സാറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില എക്സ്ക്ലൂസീവ് സർവീസുകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ടിക്കറ്റ്, പിന്നെ അവരുടെ അക്കോമഡേഷൻ, പിന്നെ അവരുടെ അവിടുത്തെ സെക്യൂരിറ്റി കൊടുക്കുന്നു, അതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കുക. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് 13,500 നമുക്ക് ചെയ്യാം. ഡിപ്ലോമ പ്രോഗ്രാംസ്. PG ആണെങ്കിലും സെയിം അത് തന്നെ, ഏകദേശം ഒരു 2000 അല്ലെ 2500 ആ ഒരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ, ആ അത്രയും ഡോളർ കുറച്ചിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം കുറെ എൻക്വയറി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചോളൂ. ക്ലിയർ അല്ലേ? ഇനി എന്ത് ഡൗട്ടും ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഈ എല്ലാ മാസവും സിംഗപ്പൂർ ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ എന്താണ്? അത് പ്രൈവറ്റ് കോളേജ്, അതായത് 1 വർഷത്തെ കോഴ്സാണ് സാറേ, പ്രൈവറ്റ്. ഓക്കെ, 1 വർഷത്തെ കോഴ്സ്. 1 വർഷത്തെ കോഴ്സാണ് അത്. ഈ ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ കോഴ്സുകളില്ലേ, ഞാൻ എന്റെ ബ്രോഷർ ഇപ്പൊ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 1 ഇയർ കോഴ്സ്. 1 ഇയർ കോഴ്സാണ് അത്. 6 മാസം സ്റ്റഡി, 6 മാസം ഇന്റേൺഷിപ്പ്. 6 മാസം അവർക്കൊരു 25,000 ആ റേഞ്ചിൽ ഇവർക്ക് കമ്പനികൾ ഇന്റേൺഷിപ്പ് കൊടുക്കും. അതായത് ഒരു 3 ലക്ഷം രൂപ അവർക്ക് ഒരു ആകെ ഫീസ് വരുള്ളൂ. അത് തന്നെ അതില് 6 മാസം സ്റ്റഡി, 6 മാസം ഇന്റേൺഷിപ്പും ആണ്. പക്ഷെ ഇവരുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അവർക്കത് പാർട്ട് ടൈം ഇല്ലീഗൽ ആണ്. പിന്നെ ഈ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഇല്ല, PR ഓപ്ഷൻസിലേക്കൊന്നും ഇവർ പോകില്ല. ഇതൊരു വർഷത്തെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണത്, മനസ്സിലായില്ലേ? അതിപ്പം കഴിഞ്ഞ നമുക്ക് ജോബ് നോക്കാനുള്ള സമയമൊന്നും കൊടുക്കുന്നില്ല. ജോബ് മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്, ചിലർക്ക് കിട്ടും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ചെന്നപ്പം എന്റെ ഒരു കോളേജിന് എന്നെ കോൺവെക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ഏകദേശം 150ഓളം കുട്ടികൾ ആ കോഴ്സ് പഠിച്ചിറങ്ങി. പക്ഷെ അതിനകത്ത് ഒരു 8 കുട്ടികൾക്ക് മാത്രം അവിടെ ജോബ് കിട്ടി, ബാക്കിയുള്ളവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട വന്നു. അങ്ങനെ ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എക്സലന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം. കാരണം ഇവർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന ആ ഒരു ഹോട്ടലുകൾ, ഇവർ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടലുകളായിരിക്കും, അല്ലെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ അങ്ങനത്തെ ഇതായിരിക്കും. അപ്പം അവരും മിടുക്കരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ജോബ് കിട്ടിയാൽ വർക്ക് പെർമിറ്റിലേക്ക് ഇവർക്ക് മാറാം, മനസ്സിലായോ? പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ജോബ് കിട്ടുമെന്ന്. ഇവരുടെ ഒരു കഴിവാണ്. ജോബ് കിട്ടിയാൽ അവർക്ക് എസ്പാസിലേക്ക് മാറി അവർക്ക് കൺവേർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ ആ ഒരു വർഷത്തെ വിസ മാത്രമാണ് അവർക്ക് അവൈലബിൾ, അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് പഠനം കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് തിരിച്ചു പോരുകയോ അല്ലെ വേറൊരു കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ വേറൊരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഈയിടെ നമ്മുടെ ഈ കോഴ്സ് പഠിച്ച കുട്ടികൾ ആരും കാരണം നമ്മുടെ ഈ നാട്ടിലെ തന്നെ ഈ വലിയ ഹോട്ടലുകളിൽ, എക്സാമ്പിൾ 5 സ്റ്റാർ 7 സ്റ്റാർ ഷെറാട്ടണ് അല്ലെങ്കിൽ ഈ താജ്, അങ്ങനെയുള്ളിടത്തെല്ലാം ഇവർക്ക് നാട്ടിൽ പഠിക്കുന്ന ഒരു ഹോസ്പിറ്റാലിറ്റിയെക്കാളും ഹൈ സാലറി ഇവരെ പിക്ക് ചെയ്യും. കാരണം ഇവര് 6 മന്ത് സിംഗപ്പൂരിന്റെ ഇന്റേൺഷിപ്പ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അതുപോലെ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ഇവർക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സാധാരണക്കാർക്ക് ഉള്ളതിലും ഹൈ സാലറിയിൽ ഇവർക്ക് കിട്ടും. അല്ലെ പിന്നെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയാലൊക്കെ സിംഗപ്പൂരിൽ ഒരു സർട്ടിഫിക്കേഷന് വിലയുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്കൊരു PR അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടുമെന്ന് നമ്മൾ പ്രോമിസ് ചെയ്യരുത്. പിന്നെ പാർട്ട് ടൈം അവർക്ക് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാട് വരും. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആഴ്ച 2 ദിവസമൊക്കെ നമ്മൾ പാർട്ട് ടൈം കൊടുക്കാം. അത് ഇല്ലീഗലാണ്. അത് നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി ജോലികളൊക്കെ ഇല്ലേ, മനസ്സിലായോ? അത് ലീഗലി കയ്യിലൊക്കെ പൈസ, കാരണം നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു $15-16 കിട്ടുമ്പോൾ ഇവർക്ക് അത്രയൊന്നും കിട്ടത്തില്ല, $5 കിട്ടുള്ളൂ. കാരണം ഇവർക്കറിയാതെ ഇല്ലീഗലാണെന്ന്. നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ സ്റ്റുഡന്റ് പാസ് നമ്മൾ എടുത്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യാനുള്ള, അൺലിമിറ്റഡ് ചെയ്യാനുള്ള ഒരു പാസ് എടുത്തു കൊടുക്കും. ഇവർക്ക് അത് കിട്ടത്തില്ല, ഗവൺമെന്റ് കൊടുക്കത്തില്ല. അതാണ് ഈ ചാലഞ്ച് വരുന്നത്, മനസ്സിലായില്ലേ? എന്നാലും നമ്മുടെ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചാൽ നമ്മൾ ഒരാഴ്ച 2 ദിവസമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ 3.5 lakh എന്ന് പറയുന്ന ഫീസിന് പുറമെ ഒരാള് അതിന്റെ എക്സ്പെൻസും കൂടി ബേസ് ചെയ്ത് പോവാന്ന് വിചാരിക്കും ഒരാള്. അപ്പൊ അയാൾക്ക് എത്ര എക്സ്പെൻസ് വരും ടോട്ടൽ ഒരു വർഷത്തേക്ക്? നമുക്ക് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ വിസ വന്നതിന് ശേഷം ഇവര് ഫീസ് അടച്ചാൽ മതി.
മനസ്സിലായോ? ഇപ്പൊ ആദ്യം നമ്മൾ ഇവരുടെ നിന്ന് ഫീസ് ഒന്നും മേടിക്കേണ്ട. ആദ്യം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫീ മേടിക്കുന്ന ഒരു 10,000 റുപ്പീസ് കാണും. അത് ബ്രാഞ്ച് ലെവലിൽ നിങ്ങൾ 5,000 വെക്കുന്നു, 5,000 നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് ഇട്ട് തരുന്നു. പിന്നെ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഒരു 3,000 രൂപ കണ്ട് വിസ ഫീസ് ഉണ്ട്. മനസ്സിലായില്ലേ? സിംഗപ്പൂർ അത്രയും പൈസ മാത്രമേ നമ്മൾ ആദ്യം ഇവരുടെ നിന്ന് മേടിക്കേണ്ടുള്ളൂ. പിന്നെ എന്നിട്ട് വിസ വരും. വിസ വന്നു കഴിയുമ്പോഴാണ് ഇവർ ഫീസ് നേരിട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് അടയ്ക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ 3.5 ലക്ഷം ആണെങ്കിൽ 3.5 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇതിന് നിങ്ങൾക്കൊരു ഗുണമൊന്നും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫീസ് നിങ്ങളുടെ കമ്മീഷൻ കുറഞ്ഞിട്ട് നിങ്ങൾ അടപ്പിച്ചാലും മതി. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ആ കമ്മീഷൻ നിങ്ങൾക്ക് അവിടെ മേടിച്ചെടുക്കാം. നിങ്ങളോട് പറയാം യൂണിവേഴ്സിറ്റിക്ക് ഇത്ര അടയ്ക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര അടയ്ക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയും ചെയ്യിക്കുക. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടെയാണത്. അങ്ങനെയും കൂടെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ല ഇനിയിപ്പോ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസിലോട്ട് അയച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്. പിന്നെ അതർ എക്സ്പെൻസ് എന്തൊക്കെയാ വരുന്ന പറഞ്ഞാൽ ഇവർ ടിക്കറ്റ് എന്താണെങ്കിലും ഇവർ തന്നെ എടുക്കേണ്ടി വരുമല്ലോ. മനസ്സിലായില്ലേ? ഇനി ഷോമണിയോ ബ്ലോക്ക് ഫണ്ടോ അതൊന്നും ഇവർക്ക് ആവശ്യമില്ല. പിന്നെ അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അവരോട് പോയി അവരൊക്കെ അക്കോമഡേഷൻ കണ്ടുപിടിക്കണമല്ലോ. മനസ്സിലായില്ലേ? ഒരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റേ ഒക്കെ ആണെങ്കിൽ ഒരു 10,000-40,000 രൂപയൊക്കെ അവർക്ക് മന്ത്ലി റെന്റ് തന്നെ ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? ആവറേജ് സിംഗിൾ സ്റ്റേ ഒക്കെ ആണ് 50,000-60,000 രൂപയൊക്കെ വരും. പിന്നെ അവരുടെ ഫുഡ്. മനസ്സിലായില്ലേ? ഇതാണ് അവർക്ക് അതേ എക്സ്പെൻസ് ഉള്ളു. പിന്നെ 6ാമത്തെ മാസം തൊട്ട് ഇവർക്ക് ഇന്റേൺഷിപ്പ് കിട്ടും. മനസ്സിലായില്ലേ? ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ മന്ത്ലി അത്രയും വരും. ലിവിംഗ് കോസ്റ്റ് ഉള്ള കൺട്രി അല്ലേ. അപ്പം പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികൾക്കാണ് അതൊന്നും പ്രശ്നമില്ല. കാരണം ഒരു ദിവസം ഇപ്പം ഗവൺമെന്റ് കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണ് ഒരു ദിവസം അവർക്ക് 10,000 രൂപ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? 5 ദിവസം പണിയെടുത്ത് അവരുടെ റെന്റ് അവർ അടയ്ക്കും. പാർട്ട് ടൈം ഈ പ്രൈവറ്റുകാരാണെങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ട് വരും. അതാണ് ഇതിനകത്തൊരു ചലഞ്ച്. ഈ ഒരു വർഷത്തെ പക്ഷേ ലിവിംഗ് കോസ്റ്റോ അല്ലെങ്കിൽ ഷോമണി ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഷോമണിയാണ് സാധാരണ ഇപ്പൊ ഓസ്ട്രേലിയ UK ഒക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന ഷോമണി കാണിച്ചിട്ട് അതിൽ നിന്നാണല്ലോ ഇവര് ലിവിംഗ് കോസ്റ്റ് എടുക്കുന്നത്. മനസ്സിലായി? ഇതിൽ നമ്മൾ കാണിക്കുന്നില്ലാത്തത് കൊണ്ട് ഇവർ കയ്യിൽ നിന്ന് അവർ കരുതണം എന്ന് മാത്രം. ചെലവ് നടന്നില്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്കുള്ള ജീവിത ചെലവിനുള്ള പൈസ അവർ മിടുക്കരാണെങ്കിൽ അവർ പാർട്ട് ടൈം ചെയ്ത് അവർ ഉണ്ടാക്കും. മനസ്സിലായോ? ഇല്ലെങ്കിൽ അവര് ലിവിംഗ് എക്സ്പെൻസ് കയ്യിൽ വെച്ചേക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു നെഗറ്റീവ് പാർട്ട്. അത് നമ്മൾ പറഞ്ഞു തന്നെ എടുത്താൽ മതി കേട്ടോ. അല്ല നമ്മൾ കൺസൾട്ടൻസി കള്ളത്തരം കാണിച്ചെന്ന് പറയുന്നത് ഒത്തിരി കുട്ടികൾ ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലിൽ ഒരാൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ളതാണ് ഇത് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ 30-45 വയസ്സിലുള്ള ഇടയിലുള്ള ഈ വിസ ഒക്കെ പോകാൻ കിട്ടാത്ത ആളുകള്, വിദ്യാഭ്യാസം SLC മാത്രമേ ഉള്ളൂ എന്നുള്ള ആളുകള്, ഫണ്ട് കുറവുള്ള ആളുകള്, IELTS ഒരാൾക്ക് പിന്നെ ഒരു മൈഗ്രേഷന് ശ്രമിക്കാൻ ഒരു 10 ലക്ഷം റുപ്യ മുടക്കുകയാണെങ്കിൽ മൈഗ്രേഷന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്ലോഷർ, ഒരു ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രൊജക്ട് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാൻ പറ്റുള്ളൂ. അതെ, അത് മുടക്കിയാലും അവർക്ക് നഷ്ടമൊന്നുമില്ല. അവരുടെ സർട്ടിഫിക്കേഷൻ അത്ര വാല്യൂ ഉണ്ട്. അവരിനി ആ സെയിം ഹോട്ടൽ മാനേജ്മെന്റിൽ ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും നല്ല കമ്പനി കയറിയാലോ, അല്ല ഇനി ഗൾഫിലോട്ട് പോയാലോ, അല്ല ഇനി എവിടെ സിംഗപ്പൂരിൽ തന്നെ അവർക്ക് ജോലി കിട്ടിയാലോ ഒക്കെ ബെറ്റർ തന്നെയാണ്. പക്ഷെ സിംഗപ്പൂർ ഒരിക്കലും ജോലിയൊന്നും നമ്മൾ പ്രോമിസ് ചെയ്യരുത്. കാരണം ഇതിവിടെ ബിസിനസ് ആണ്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ ലോകത്ത് നിന്ന് വരുന്നുണ്ട്. എല്ലാവരും ഒന്നും അവർ സെലക്ട് ചെയ്യില്ല. അതാണ് ഒരു ചലഞ്ച്. അതെ. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ് ചോദിക്കുന്നത്. അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. PR കിട്ടാൻ വേണ്ടിട്ട് അത് ഡിഗ്രി കോഴ്സ് ആണോ ഡിപ്ലോമ? ഇത് രണ്ടും ഗവൺമെന്റ് ഗ്രാൻഡഡ് ആയതുകൊണ്ട് രണ്ടും നല്ലതാണ്. പിന്നെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ 4 ഇയർ ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ 4 ഇയർ കഴിഞ്ഞിട്ടേ ഇവർക്ക് സ്റ്റേ ബാക്കിലേക്ക് പോകുന്നുള്ളൂ. മനസ്സിലായോ? പെട്ടെന്ന് ഇവർക്ക് PR കിട്ടാനാണെങ്കിൽ 1 വർഷം മുമ്പേ ഇവർക്ക് PR കിട്ടാനാണ് ഡിപ്ലോമ കോഴ്സുകളാണ് നല്ലത്. ഇപ്പൊ എന്റെ സണ്ണ് ഡിപ്ലോമയാണ് പഠിക്കുന്നത്. പക്ഷെ ചിലർ പറയും എനിക്ക് ഡിഗ്രി വേണം എന്ന് പറയുന്നവർക്ക് നമുക്ക് ഡിപ്ലോമയോട് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് ഡിഗ്രി കൊടുക്കുക. ഓക്കെ സാറേ. അപ്പം ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. ഇപ്പം മറ്റേ ഡിഗ്രി കോഴ്സ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം ഡിഗ്രി റെയർ ജോബ് കാറ്റഗറി അവരുടെ. അതുകൊണ്ടാണ് അവർ ഗ്രാന്റ് നൽകുന്നത്. അവർക്ക് ഫ്യൂച്ചറിൽ ആളെ വേണമെന്ന് അവര് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കോഴ്സുകളാണ്. അതുകൊണ്ടാണ് അവരതിന് നമുക്ക് ഗ്രാന്റ് ഇങ്ങോട്ട് നൽകുന്നത്. ശരിയല്ലേ? അത് ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഗ്രാന്റ് കിട്ടുന്ന കോഴ്സുകൾക്ക് മാത്രം ആണ്. പക്ഷെ പെട്ടെന്ന് ഇറങ്ങണം, പെട്ടെന്ന് 1 വർഷം മുമ്പേ അവര് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെ കോസ്റ്റ് ഇച്ചിരി കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നാണ് ഡിപ്ലോമ ആയിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ 1 വർഷത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഡിഗ്രിയിലേക്ക് മാറാമല്ലോ വേണമെങ്കിൽ. ഡിപ്ലോമയ്ക്ക് അങ്ങനെ ഒരു ഗുണവും കൂടി സാറേ. അവർക്ക് വർക്ക് പെർമിറ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സാറേ, ഒന്നുകൂടെ ഒന്ന് പറയാമോ?
അതായത് അവിടെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു എൻക്വയറി ഞാൻ കഴിഞ്ഞ ദിവസം സാറിന്റെ അടുത്ത് വന്നായിരുന്നു. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ അവിടുത്തെ PR കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവരൊരു ഡിപ്ലോമ കോഴ്സിന്റെ കാര്യം അന്വേഷിച്ചിരുന്നു. അതെ അതെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഡിപ്ലോമ ഇല്ലാതെ തന്നെ അവിടെ PR വേണ്ടി അപേക്ഷ കൊടുക്കത്തില്ലേ? കിട്ടത്തില്ല സാറേ. ഇപ്പോൾ ഇവിടെ അതിന് ഇ പാസ് എന്നാണ് പറയുന്നത്. ഇ പാസ് ഉള്ള പലർക്കും ഇപ്പൊ അവിടെ 10 വർഷമായിട്ടും 12 വർഷമായിട്ടും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവർക്ക് PR കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ക്ലയന്റ് സാറിന്റെ അടുത്ത് ഞാനൊരു ഡിപ്ലോമ ചെയ്തോട്ടെ, കാരണം ഡിപ്ലോമ ചെയ്യുന്നവർക്ക് PR ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ ക്ലയന്റ് നമുക്ക് എൻക്വയറി വന്നത്. അതും ചുമ്മാ ഡിപ്ലോമ പഠിച്ചിട്ട് കാര്യമില്ല, ഗവൺമെന്റ് ഗ്രാന്റ് ഓറിയന്റഡ് ഡിപ്ലോമ പഠിക്കണം. നോർമലി സിംഗപ്പൂർ ഒരു ചെറിയ കൺട്രിയാണ്. ഏകദേശം അവിടെ ആയിരക്കണക്കിന് നമ്മുടെ ഇന്ത്യയിലുള്ള അത്രയും തന്നെ കമ്പനികൾ ആ ഒരു ചെറിയ കൺട്രികളിലുണ്ട്. അപ്പൊ അത്രയും വലിയ ഹെഡ് ക്വാർട്ടറുകളുള്ള ഒരു രാജ്യത്ത് ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെ അവിടെ അവർ ജോലി ചെയ്താൽ അവർക്കെല്ലാം അവിടെ PR കൊടുക്കാന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് സാധ്യമല്ല. അതുകൊണ്ട് ജോലി ചെയ്തു എന്ന് വിചാരിച്ച് ഒരിക്കലും സിംഗപ്പൂരിൽ PR കിട്ടില്ല. പക്ഷെ നമ്മുടെ പോലെ ഗവൺമെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം ചെയ്ത് ഗ്രാന്റ് കിട്ടി അങ്ങനെ പോകുന്ന ആളുകൾക്ക് മാത്രമാണ് PR കിട്ടുള്ളൂ. ഓക്കെ സാർ. ക്ലിയർ അല്ലേ സാറേ? ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് സാർ എന്താ ഡിഗ്രിയിലേക്ക് മാറാൻ 1 വർഷം പഠിച്ചാൽ മതി. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് ഇവരൊരു ജോലിയിലേക്ക് കയറി എന്ന് വിചാരിക്കുക. അപ്പോ ഇവർക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇവർക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോലി എന്ന് പറയുമ്പം ഏകദേശം 2500 സിംഗപ്പൂർ ഡോളർ തൊട്ട് 3000 സിംഗപ്പൂർ ഡോളർ ഇടയിലുള്ള ഒരു ജോലി കിട്ടും അവർക്ക്. അപ്പൊ ആ ജോലി അവർക്ക് എന്ന് പറഞ്ഞാൽ ആവറേജ് നല്ലൊരു ശമ്പളം, 2 ലക്ഷത്തിന് മേലോട്ടുള്ള ഒരു ശമ്പളവും കിട്ടും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഡിഗ്രി എടുക്കാം. മനസ്സിലായില്ലേ? 1 വർഷം പഠിച്ചാൽ മതി. മനസ്സിലായോ? ഓൾറെഡി ഒരു 3 വർഷം പഠിച്ചു, 1 വർഷം പഠിച്ചാൽ അവർക്ക് 4 ഇയർ ഡിഗ്രിക്ക് ഈക്വലാവുകയും ചെയ്യും. ഡിപ്ലോമ എന്ന് പറയുന്നത് ഇപ്പൊ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഡിപ്ലോമക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ ആ ഡിപ്ലോമ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. യെസ്. ഓക്കെ. ഇൻ കേസ് ഒരു 10ാം ക്ലാസ്സുകാരനാണ് നമ്മളെ ആണെങ്കിൽ പോലും അവൻ പേടിക്കേണ്ട കാര്യമില്ല. അത് തന്നെ. ചാൻസ് കുറവാണ് എന്നാൽ പോലും അത് തന്നെ. ഓക്കെ. ശരിക്കും ഇനിയിപ്പോ ഈ ഡിപ്ലോമ ഇപ്പൊ ചില കുട്ടികൾ വരുന്ന ഒരു കേസ് എന്താ വെച്ചാല് ഈ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ ഒരു കുട്ടിയാണ് വിചാരിക്കാം. ഇന്നലെ ഇപ്പൊ എൻക്വയറി വന്നതാണ്. അപ്പൊ അവരുടെ ഒരു പോസിബിലിറ്റി എന്താണ് ഇതില്? അവർ 10ാം ക്ലാസ്സിന്റെ ബേസിൽ ആണെങ്കിൽ അവർ സെയിം സാധനമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സെയിം സാധനത്തിനാണ് അവർ അപേക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് പ്രയാസമില്ല. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിന് സെയിം ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ ഇവിടെ. അപ്പൊ അവർ എന്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. പോളിടെക്നിക് ചെയ്തെന്ന് പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ SLCയുടെ മാർക്ക് വെച്ചായിരിക്കും നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഡിപ്ലോമക്ക് കൊണ്ടുവരും. എന്തോ? അപ്പൊ ഡിപ്ലോമക്കാണ് അവർക്ക് അപേക്ഷിക്കാൻ പറ്റുക? ആ ഡിപ്ലോമയ്ക്കേ പറ്റുള്ളൂ, അവർക്ക് ഡിഗ്രിക്ക് പറ്റില്ല. ഡിപ്ലോമയ്ക്ക് അവർക്ക് സെയിം അപേക്ഷിച്ചിട്ട് 1 വർഷത്തെ ഡിഗ്രി പിന്നീട് എടുത്താൽ മതി. അപ്പൊ നമ്മൾ SLCയുടെ മാർക്ക് വെച്ചിട്ട് നമ്മൾക്ക് അവർക്ക് സെയിം ഡിപ്ലോമ നമ്മൾ കൊടുക്കും. എന്നിട്ട് 1 വർഷം പഠിച്ചാൽ മതി, അവർ ഡിഗ്രിയിലേക്ക് മാറിക്കോളും. ഓക്കെ. അപ്പൊ അത് അവർക്ക് അവർ ഈ പഠിച്ച സ്ട്രീം ഒന്നും അല്ലാതെ വേറെ സ്ട്രീം അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പാഷൻ മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പൊ മാറ്റാം. ഡിസൈൻ കോഴ്സുകളൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ അത് തന്നെ. അതൊരു വലിയൊരു ഓപ്ഷനാണ്. കാരണം ഈ അറിവില്ലാത്ത പ്രായത്തിൽ പലതും പേരൻസിന്റെ ഒരു ഇതോടുകൂടി തട്ടിവിട്ടിട്ട് അവർ കുട്ടികൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒത്തിരി കുട്ടികളുണ്ടല്ലോ. അവനൊരു തിരിച്ചറിവ് ആകുമ്പോൾ അവനൊരു പാഷൻ അനുസരിച്ച് അവനൊരു ഇഷ്ടത്തിലേക്കുള്ള ഒരു സബ്ജക്റ്റിലേക്ക് മാറണമെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്. സെയിം ഓപ്ഷനാണ് നമ്മുടെ ജോർജിയയുടെ നഴ്സിംഗും. ഇപ്പം നഴ്സിംഗ് താല്പര്യമുള്ളവർക്ക് ഇപ്പം +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കോ അല്ലെ മാസോ അല്ലെ വേറെ എന്തെങ്കിലും പോയ ഒരാൾക്കുള്ളവർക്കും നമുക്ക് ജോർജിയ നഴ്സിംഗ് ചെയ്ത് കൊടുക്കാം, നഴ്സിംഗ് താല്പര്യമുള്ളവർക്ക്. സിംഗപ്പൂർ നഴ്സിംഗ് അത്ര ഫ്രണ്ട്ലി അല്ല, കാരണം അവിടെ ഭയങ്കര എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടണമെങ്കിൽ ഏപ്രിൽ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ജോർജിയ റെക്കമെൻഡ് ചെയ്യാം. ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല. ഏത് +2 ഏത് സ്ട്രീം എടുത്താലും നമുക്ക് ജോർജിയ നഴ്സിംഗിന് കൊടുക്കാം. കേട്ടോ? ഓക്കെ, ചോദിച്ചോളൂ. എനി മോർ ക്വസ്റ്റ്യൻസ്? നിങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലേ, ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ക്ലയന്റ് വരുമ്പം നിങ്ങൾക്ക് അവരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സർ, ജൂലൈ ഇൻടേക്കിലേക്ക് പറഞ്ഞല്ലോ ഒരു കാര്യം, 75% എബോ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി 4 ഇയർ ഡിഗ്രി. അതെ. ഓക്കെ.
അപ്പൊ ഈ 75% എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിനാണോ ഓവറോൾ 75% ആണോ നോക്കുന്നത്? ഓവറോൾ വേണം. ഈച്ച് എന്ന് പറഞ്ഞാൽ ഓവറോൾ, സോറി, 75 കുറവ് ആവാൻ പാടില്ല. ഓവറോൾ ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ലൈനിലുണ്ട് പറഞ്ഞു. അതായത് ജൂലൈ ഇൻടേക്ക് നമ്മുടെ സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിലേക്ക് ഓവറോൾ 75% ആണോ, ഈച്ച് സബ്ജക്ട് 75 വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈച്ച് സബ്ജക്ട് 75% ആണ് സർ നോക്കുന്നത്. അതെ അല്ലേ? അതിപ്പോ എക്സാമ്പിൾ ഒരെണ്ണത്തിന് 65 ആയ പറ്റില്ല അല്ലേ? ഇല്ല. അത് മലയാളം ലാംഗ്വേജ് സബ്ജക്ട് കുഴപ്പമില്ല. ഹിന്ദി അങ്ങനെയുള്ള മെയിൻ സബ്ജക്ട് ഇല്ല, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ സയൻസിന്റെ 3 സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി. മനസ്സിലായി. അതായത് ലോക്കൽ ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് അവർ നോക്കത്തില്ല, പക്ഷെ ഇതാണെന്ന് മാത്രം. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ, ഗുഡ്. ഓക്കെ അല്ലേ? വിനോദ് സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. സാർ, നമ്മുടെ ഈ വർഷത്തെ ഒരു അക്കാഡമിക് കലണ്ടർ പോലെ അത് ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ, അറ്റ്ലീസ്റ്റ് ഇപ്പൊ അടുത്ത ഇൻടേക്ക് മാർച്ചിൽ ഇന്ന കോഴ്സ്, ഇന്ന കൺട്രി, അങ്ങനെ ഒരു കലണ്ടർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കുമോ? ടെൻഡേറ്റീവ് ആയിട്ട്. വലിയൊരു സംഭവമാണ് സാറേ. നമ്മുടെ കോഴ്സ് ഫൈൻഡറിൽ ഉണ്ട് ഓൾറെഡി. ഓക്കെ. നമ്മുടെ കോഴ്സ് ഫൈൻഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1,00,000-ലധികം കോഴ്സ് ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഞാനിപ്പോ ആദ്യം പറഞ്ഞത്. നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ട 20-ാം തീയതി തീരുന്നതിനെയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അടുത്ത മാസം 20-ാം തീയതി തീരുന്നതിനെ ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇൻടേക്കുകൾ എന്ന് പറഞ്ഞാല് നമുക്ക് മെയിൻ ആയിട്ട് സെപ്റ്റംബർ ഇൻടേക്ക് ആണ് വേൾഡ് വൈഡ് ഉണ്ടാവുക. അപ്പം അതൊരു വലിയ മുന്നൊരുക്കമാണ്. നമ്മളൊരു ഫെബ്രുവരിയോട് കൂടി നമ്മൾ അതിന്റെ ഒരു വലിയ മുന്നൊരുക്കം ചെയ്യണം. എന്നാലാണ് നമുക്ക് ഫെബ്രുവരി മാർച്ചോട് കൂടി വലിയൊരു മുന്നൊരുക്കം. അന്നേരത്തിന് നിങ്ങൾക്ക് ബ്രാൻഡിങ് ഇല്ലാത്ത കമ്പനികൾ നിങ്ങളുടെ ബ്രാൻഡിനെ പരമാവധി ആളുകൾക്ക് റീച്ച് ചെയ്യിപ്പിക്കുക, പരമാവധി ബ്രാൻഡ് ചെയ്യിപ്പിക്കുക. ഇപ്പം നമ്മളിപ്പം ഞാനിപ്പോ ഇന്ന് സെലൻസിലെ സാറ് ചോദിച്ചു, സാറേ എല്ലാം ഞങ്ങൾ ചെയ്യണോ അതോ ഞങ്ങൾ പർട്ടിക്കുലർ ആയിട്ട് ഇത് ചെയ്യണം? അപ്പൊ ഞാൻ സാറിനോട് അഡ്വൈസ് ചെയ്തതാണ്, നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെയ്ഡ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യുക. ബ്രാൻഡിങ് ചെയ്യുന്നത് നമുക്കറിയാലോ, 3 ടൈപ്പ് അല്ലേ കാര്യങ്ങളുള്ള. ഒന്ന് ബ്രാൻഡിങ്, നെക്സ്റ്റ് റീച്ചിങ്, നെക്സ്റ്റ് പെയ്ഡ് ആഡ് എന്ന് പറഞ്ഞാൽ ലീഡ് വരേണ്ടത് അല്ലേ. അപ്പം റീച്ചിങ്ങും ബ്രാൻഡിങ്ങും ചെയ്യുന്നതിന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് ലോകം അറിയട്ടെ. അങ്ങനത്തെ ഉള്ള പ്രൊമോഷൻസ് എല്ലാം കൊടുക്കുക. പക്ഷെ ലീഡ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലീഡ് ജനറേറ്റ് ചെയ്യാവുള്ളൂ. മനസ്സിലായോ? നമ്മുടെ സിംഗപ്പൂർ ഡിഗ്രി പ്രോഗ്രാമിന്റെ കോസ്റ്റ് വരുന്നത് 16 lakhs ആണോ 16.5 lakhs ആണോ? അത് സാറേ ഡിപ്പെൻഡ് അപ്പോൺ ലാൻഡിങ് എക്സ്പെൻസ്. ലാൻഡിങ് എക്സ്പെൻസാ ചോദിച്ചത്. ലാൻഡിങ് എക്സ്പെൻസ് 16, അതൊന്ന് നോക്കാവോ ജിത്തു? ആ ബ്രോഷറിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് 16 lakh നമ്മൾ ഒരിക്കലും പറയരുത്, 20 സിംഗപ്പൂർ ഡോളറിൽ പറയാം കേട്ടോ. ഒരു 15 lakh to 17 lakhന്റെ ഇടയിൽ, അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ലാൻഡിങ് കോസ്റ്റ് വരുന്നത്. മറ്റേതൊരു 10.5 to 12 ഇടയിൽ നമ്മൾ ഡിപ്ലോമയ്ക്ക് പറയുമല്ലോ. മറ്റേ നമുക്കൊരു 14-നും 16-17-നും ഇടയിൽ എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ബെറ്റർ. അതിന്റെ ഈ സെമസ്റ്റർ ഫീസ് എത്രയാ വരുന്നത് ആഫ്റ്റർ സ്റ്റൈഫൻഡ്? ആഫ്റ്റർ സ്റ്റൈഫൻഡ് ഒരു 6 ലക്ഷം രൂപ അടുത്ത് വരും. മറ്റേ നമുക്കൊരു 3.5 to 4 വരുന്നെങ്കിൽ ഇത് നമുക്കൊരു 5 to 7-ന്റെ ഇടയിൽ വരും സെമസ്റ്ററിൽ. അതായത് ടോട്ടൽ ഫീസ് വരുന്ന ഒരു 13-14 ലക്ഷം രൂപയാണ്. അതിന്റെ പകുതിയാണ് നമ്മൾ ഗ്രാൻഡ് ആയിട്ട് വാങ്ങിക്കൊടുക്കുന്നത്. അതെ. ജോർജിയയുടെ നഴ്സിംഗിന്റെ നമുക്ക് നല്ല എൻക്വയറി വരുന്നുണ്ട്. ഗ്രേറ്റ് സാർ കഴിഞ്ഞ ദിവസം പെയ്ഡ് ആഡ് ചെയ്തായിരുന്നല്ലേ? പെയ്ഡ് ആഡ് ഇപ്പൊ 2-3 ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ലീഡ്സ് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ അന്ന് സാറുമായിട്ട് സംസാരിച്ചല്ലോ. അപ്പൊ എനിക്ക് അതിനകത്തുനിന്ന് കുറച്ച് ത്രെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം സാറേ. അല്ലെങ്കിൽ നമുക്കിപ്പോ മാർച്ചിന്റെ ഇപ്പൊ റെഡി ആയിട്ടുള്ള ക്ലയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചാൽ നമുക്കൊരു 10-ാം തീയതി 15-ാം തീയതി അവരുടെ കോളേജ് 13-ാം തീയതി ആണ് തുറക്കുന്നത്. 13 തൊട്ട് നമുക്ക് ഓഫർ വന്നു തുടങ്ങും. ഓക്കെ, നമുക്കിത് ഇതുപോലെയാണ്, പെട്ടെന്ന് ഓഫർ കിട്ടും. 2 ദിവസം കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത 2 ദിവസം കൊണ്ട് നമുക്ക് ഓഫർ കിട്ടും. ഓഫർ ഇട്ട് കഴിഞ്ഞാൽ അവർ പ്രോസസ് ചെയ്ത് വിത്തിൻ അതായത് മാർച്ച് ഇൻടേക്കാണ്. മാർച്ച് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ക്ലാസ് തുടങ്ങുന്നത്. ഇവർക്ക് കയറി പോവാം. ഞാൻ അപ്പൊ വന്നേക്കുന്ന ലീഡ്സ് വെച്ചിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു ഓൺലൈൻ നമുക്ക് വേണേൽ സ്പെഷ്യൽ ആയിട്ട് ഞാനും കൂടെ വരാം. അതിനകത്ത് വേണമെങ്കിൽ കോളേജ് റെപ്പിനെ കിട്ടുന്നില്ല, അതായിരുന്നു നമുക്ക് ലേറ്റ് ആയത്. നമുക്ക് കുറച്ച് മീറ്റിങ്ങുകൾ, അപ്പൊ അവരുമായിട്ട് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് അവർ 15-ാം തീയതിയാണ് നമുക്ക് ടൈം തന്നിരിക്കുന്നത്, കോളേജിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ മലയാളി ഹോസ്റ്റലാണ് സാറേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ വിട്ട MBBS സ്റ്റുഡൻസ് ഉണ്ട് അവിടെ നിലവില്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആണ്. അപ്പൊ ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ ഉണ്ട്.
ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റ് അല്ലേ? കോഴ്സ് കഴിഞ്ഞാൽ അപ്പോഴേ പ്ലേസ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് ഇവര് B2 കൂടെ ഇവര് പഠിപ്പിക്കുമ്പോൾ 4 വർഷം കൂടെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ ജർമ്മൻ ലാംഗ്വേജിന് വേണ്ടി സെപ്പറേറ്റ് സമയം കളയുമല്ലോ. അതെ അതെ. ഇത് പാരലായിട്ട് ഇവർ പഠിക്കുമ്പോൾ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇവർക്ക് പഠിക്കാം. അതിന്റെ ഫീസ് അല്ല, എക്സ്ട്രാ വരുന്നുണ്ട്. അതെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ പുറത്തേക്ക് പോകാൻ? വേണ്ട. ജർമ്മൻ ഇപ്പം തന്നെ നമ്മൾക്ക് ഇപ്പം എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് സാറേ. ഏകദേശം 150ഓളം വേക്കൻസികൾ നേഴ്സുമാരുണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം, വെറും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഫ്രഷർ ആണെങ്കിലും ശരി, B1 B2 കംപ്ലീറ്റഡ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോ നേരിട്ട് ജോബ് പ്ലേസ് ചെയ്യാം. കാരണം അത്ര ഹെവി ഡിമാൻഡ് ജർമ്മനിയിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് അതവര് കഴിഞ്ഞ ദിവസം 20,000 പേരായിരുന്നു ഇന്ത്യക്കാരെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ 90,000 പേരെ അവര് കോൺട്രാക്ട് ഇന്ത്യ ആയിട്ട് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോദി 1 ഇയർ എക്സ്പീരിയൻസ് മതി, പക്ഷേ B1 B2 വേണം. ലാംഗ്വേജ് മസ്റ്റ് ആണ്. കാരണം ഇവര് ലോക്കൽ ഇന്ററാക്ഷൻസ് ഇവർക്ക് ക്ലൈന്റുമായിട്ട് വരുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി അവര് ഇന്റർവ്യൂലൊക്കെ അവര് മസ്റ്റ് ആയിട്ട് അവര് ചോദിക്കുന്നുണ്ട് ലാംഗ്വേജ്. അപ്പം ആ ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ ഈ ജോർജിയ കേസിൽ 4 വർഷം കൊണ്ട് ഇവർ പഠിച്ചെടുക്കുന്നത്. മനസ്സിലായേ? പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി നഴ്സിംഗ് ഡിഗ്രി ആയി, പ്ലസ് ലാംഗ്വേജും ആയി, B1 B2 കിട്ടി. നേരെ ജർമ്മനിയിലേക്ക് ഇവർക്ക് പ്ലേസ് ചെയ്യും. ഈ കോളേജ് തന്നെ പ്ലേസ് ചെയ്യും. 1 ഇയർ എക്സ്പീരിയൻസ് മതി നേഴ്സസിന്. അതെ 1 ഇയർ എക്സ്പീരിയൻസ്. ഫ്രഷർക്കും ഞാൻ വേണേ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ട്. നല്ല ഇതൊക്കെയാണ്, ഫ്രഷറെ നമ്മൾ എടുക്കാം. അത് നമ്മുടെ കയ്യിൽ കുറെ വേക്കൻസി വന്ന് കിടപ്പുണ്ട് നേഴ്സ്. പക്ഷെ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല. അതെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. സർ, ഒരു ഡൗട്ട് ഉണ്ടേ. നമ്മുടെ ജോർജിയയിലെ BSc നഴ്സിംഗിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നു. അപ്പം അതിൽ നമുക്ക് ഏതൊക്കെയാണ് കോളേജസ്, ലിസ്റ്റ് ഓഫ് കോളേജസിന്റെ ഡീറ്റെയിൽസ്, എത്രയാണ് ഓവറോൾ എക്സ്പെൻസസ് ആണ്, ഓരോ കോളേജിന്റെ ഫീസ്, അപ്പൊ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ജോർജിയയിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ജോർജിയയാണ്. ഓക്കെ, ABS. അതിന്റെ ഒരു ബ്രോഷർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? എന്നോട് ചോദിച്ചവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തില്ല. അത് കാരണം ട്രെയിനിങ് വരാത്തതുകൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കായിരുന്നത്. അതിന്റെ ഞാനൊരു ചാർട്ട് ഞാൻ മെയിൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. 10 lakhs 3.5 ലക്ഷം രൂപയെ, സോറി 3 ലക്ഷം അല്ല, $3,500, അതായത് $US വരുള്ളൂ ഫീസ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എത്ര 3.5 ലക്ഷം രൂപ. ജിത്തു 2.25 ലക്ഷം രൂപ എത്രയാ വരുന്നത്? എത്രയാ? 2.25 ലക്ഷം വരും. 2.25 ലക്ഷം രൂപ ഇയർലി ഫീസ് വരുന്നുള്ളൂ. പിന്നെ അവരുടെ ഹോസ്റ്റല്, ഫുഡ്, അങ്ങനെയൊക്കെയുള്ള അതർ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പവർ പോയിന്റിലുണ്ട്. അത് ഞാൻ വിടാം കേട്ടോ. അതൊരു നല്ല പ്രൊഡക്റ്റ് ആണ്. കഴിഞ്ഞ വർഷം വരെ അവരത് നേഴ്സുമാരെ ഉണ്ടായിരുന്നില്ല ഈ പ്രോഗ്രാം. ഈ വർഷം തൊട്ടാണ്. അപ്പം ആദ്യത്തെ ബാച്ച് തന്നെ അവരുടെ ഈ മാർച്ച് ഇൻടേക്ക്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു കോളേജാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ വേറെ ആളുകൾ അവിടെ ഉണ്ടെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ഉള്ള, കാരണം നമ്മൾ ഇവിടുന്ന് ഒരു കുട്ടിയെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ലാൻഡിങ്, അപ്പൊ നമ്മുടെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുട്ടിയെ വിട്ട് കഴിഞ്ഞാൽ അവിടെ എയർപോർട്ട് പിക്കപ്പ് ചെയ്യാൻ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ ഇവരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ആളുണ്ട്. അങ്ങനെയുള്ള A to Z അവിടുത്തെ പിന്നെ ഈ ഡോക്യുമെന്റേഷൻ പാർട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ ആളുണ്ട്. ഇതെല്ലാം നമ്മുടെ മലയാളികൾ, എന്റെ പാർട്ട്നേഴ്സ് അവിടെ ഉണ്ട്. അവർ ഫുള്ള് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. സെയിം കോളേജിൽ തന്നെ നമുക്ക് MBBS അവൈലബിൾ അല്ലേ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയില്? നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയ കുട്ടികൾ ഇഷ്ടം പോലെ അവിടെ പഠിക്കുന്നുണ്ട്. MBBSന് നമുക്ക് ഒരു കുറേയധികം കോളേജുകളുണ്ട്. ജോർജിയ കുറെ കോളേജുകൾ നമുക്ക് ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ നഴ്സിംഗിന് നമുക്ക് ഈ ഒരു കോളേജ് മാത്രമായിട്ട് നിലവിൽ ടൈപ്പ്. ഫ്യൂച്ചറിൽ നമ്മൾ വല്ല ടൈപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഞാൻ പിന്നെ ടൈപ്പ് എടുക്കുമ്പോൾ കോളേജിന് നമുക്ക് എടുക്കാം, പക്ഷേ ആഫ്റ്റർ ലാൻഡിങ് സർവീസും കൂടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തലവേദനയാവും. അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി ബോധ്യപ്പെട്ടൊക്കെ ഞാൻ ടൈപ്പുകൾ ചെയ്യാറുള്ളൂ. ഇത്രയാണ് മെയിനായിട്ട് ഇന്നത്തെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒത്തിരി ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങുകളുണ്ട്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പലയിടത്ത് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ലീഡ് ഉണ്ടാക്കി അവരോട് വിളിച്ച് നമ്മുടെ ഇന്ന് നോളജ് എല്ലാം അവർ അക്യൂർ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളിലേക്ക് രജിസ്ട്രേഷൻ വരാതെയോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. ഒരു കുട്ടിയെ ഞാൻ വളരെ സ്പെസിഫൈഡ് ആയിട്ട് കുറെ സംസാരിച്ച എല്ലാം ആയി, പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനാ ഏതോ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രോപ്പ് ചെയ്യുക. കാരണം നമ്മളെക്കാളും ചിലപ്പം ആ ഒരു എന്താ പറയാ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആരാ പറഞ്ഞത്? ഇപ്പൊ അമ്മാവനാ പറഞ്ഞത്. അപ്പൊ അമ്മാവന്റെ ഇന്റൻഷൻ എന്തായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ജോണി സാറ്, ഓർക്കുന്നില്ല ജോണി സാറ്? തന്നെ അത് തന്നെ. അപ്പം എല്ലാം കഴിഞ്ഞു. അമ്മാവൻ പറയുന്ന ആ കുടുംബത്തില് അമ്മാവന് സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് അമ്മാവന് യാതൊരു നോളജും ഇല്ല. പക്ഷെ അമ്മാവൻ പറഞ്ഞത് പോകണ്ട, സിംഗപ്പൂരിലൊക്കെ ഭയങ്കര ടഫാണെന്ന്. അപ്പം തന്നെ മനസ്സിലായി ആ കുടുംബത്തിലെ മരുമകൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഒരു ഈഗോയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ പല റീസൺ കൊണ്ട് ഇവർ സംഭവിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കുറച്ച് കാര്യങ്ങൾ.
പിന്നെ കോമ്പറ്റീഷനിൽ നമ്മൾ നോളജ് നമ്മുടെ നിന്ന് അക്യൂർ ചെയ്തിട്ട് പലയിടത്ത് പോകുന്നതുണ്ട്. കാരണം നമ്മളെക്കാളും ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് 20-25 വർഷമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കില്ലേ, അവർ പറയുന്ന ആ ഒരു ട്രസ്റ്റിനെ അവർ വിശ്വസിക്കും. പക്ഷെ നമ്മളിത് പതുക്കെ നമ്മളും എന്ത് ചെയ്യും, നമ്മൾ വി വിൽ ബിൽഡ് അവർ ട്രസ്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്നെ ലൈനിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ സംശയങ്ങൾ വരികയാണ് അല്ലെങ്കിൽ ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈനിൽ എന്നെ കൊണ്ടുവരാം. ഇപ്പൊ ഇന്ന് സലൻസിലെ സാറ് ചെയ്ത പോലെ. സാറ് ശരിയല്ലേ സാറേ? ഇതിനകത്തുള്ള മെയിൻ പ്രോബ്ലം ഈ ഗൂഗിൾ സെർച്ചിലേക്ക് പോയി കഴിയുമ്പോഴാണ് അപകടം. അത് തന്നെ. അതിന് നമ്മൾ എന്തെങ്കിലും, ഞാൻ കഴിഞ്ഞ മീറ്റിംഗിലും അത് തന്നെ സ്പെസിഫിക്കലി പറഞ്ഞത്, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. കാരണം ഗൂഗിൾ എനിക്ക് പലരെയും നമ്മൾ അവസാനം മറ്റേ കൈക്ക് നമ്മുടെ കൺവിൻസിങ് കപ്പാസിറ്റിയുടെ മുഴുവൻ എനർജി എടുത്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും എന്റെ കമ്പനിയുടെ, ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒരാൾക്ക് പോലും സിംഗപ്പൂരിനെ കുറിച്ചൊരു അഭിപ്രായം ഇല്ല. കാരണം അവരെല്ലാം ഈ ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞ് ഞാനൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം, കാരണം അറിയില്ല അവർക്ക്. കാരണം ഇന്ന് കേരളത്തിൽ ഒരു കൺസൾട്ടൻസി ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നില്ല. എനിക്ക് പോലും ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടല്ലേ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അതിന്റെ മുമ്പ് എന്റെ മൂത്ത സണ്ണിനെ ഞാൻ വിടുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അറിയില്ല. കാരണം രണ്ടാമത്തെ സണ്ണിനെ ഞാനത് ചെയ്ത് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 40 കുട്ടികളോളം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് പോലും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പൊ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വി ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ ദാറ്റ്. ഈ ഗവൺമെന്റ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഇന്ന് കേരളത്തിലെ ഒരു കൺസൾട്ടന്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, ഇത് എല്ലാവരും ഓടിച്ചെന്നാൽ കിട്ടില്ല ഈ ഗ്രാന്റ്. ഒന്ന് ഈ ഗ്രാന്റ് കമ്മിറ്റിയുടെ പ്രൊജക്ടുകൾ അറിയണം, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ അറിയണം. അതൊക്കെ അറിയുന്ന ഒരാൾക്ക് മാത്രം, പിന്നെ അവിടെ ആഫ്റ്റർ ലാൻഡിങ് സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്കല്ലേ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന ചലഞ്ച്. പക്ഷെ അതാണ് നമ്മുടെ പ്ലസ് പോയിന്റും. ഇപ്പൊ ഒത്തിരി പേര് അറിഞ്ഞു വരുന്നതിന്റെ മുമ്പേ അടുത്ത 1 വർഷം 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് ഗ്രാബ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. അതൊരു മറ്റൊരു ക്വസ്റ്റ്യൻ. അവർ പറയുന്നത് ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് കൊച്ചിയുടെ അത്ര ആകെ മൊത്തം വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അതെ. അപ്പൊ ഇത്ര കണ്ട് ആൾക്കാരെ അവിടേക്ക് റിക്രൂട്ട് ചെയ്താൽ ഇവർക്കൊക്കെ അവിടെ പ്ലേസ്മെന്റ് കിട്ടുമെന്ന് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ പറഞ്ഞു തരാം. അത് നല്ലൊരു ചോദ്യമാണ്. അതാണ് ഇതിനകത്തുള്ള മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഈ റിക്രൂട്ട് ചെയ്യുന്നത് ഈ കോളേജിന്റെ, ഇപ്പൊ എക്സാമ്പിൾ 5-7 ഗവൺമെന്റ് കോളേജ് അവിടെ ആകെ ഉള്ളൂ, കോളേജുകൾ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കോളേജുകളിൽ ഒരു കോളേജിൽ ഇപ്പം 1000 വേക്കൻസി, 2000 വേക്കൻസി, 6000 വേക്കൻസി, അങ്ങനെ പല വേക്കൻസികളാണ്. ആ വേക്കൻസിയിലേക്ക് മാത്രമേ ഇവർ ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ആ വേക്കൻസി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, അവര് റിസർച്ചറാണ്. ആ റിസർച്ചിന്റെ അടുത്ത 5 വർഷത്തിന് ശേഷം അല്ലെ 3 വർഷത്തിന് ശേഷം ഇത്ര ആളുകൾ അവരുടെ സർവീസിൽ നിന്ന് പോകും. അപ്പം അതുകൊണ്ടാണ് അവർ ഗ്രാന്റ് കൊടുക്കുന്നത്. ഇപ്പൊ അത്രയും പേര് അവിടെ റിട്ടയർഡ് ആകുമ്പോൾ അവർ അത്രയും പേർക്കുള്ള ആളുകൾ ഈ ഇവിടുന്ന് ഗവൺമെന്റ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങും. പ്രൈവറ്റിന്റെ ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. പ്രൈവറ്റിൽ പഠിക്കുന്ന ആർക്കും ഇതൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാൾക്ക് കിട്ടത്തില്ല. ഈ ഗവൺമെന്റ് ഗ്രാന്റ് ഓറിയന്റ് ചെയ്ത് അതായത് നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടണമല്ലോ. മനസ്സിലായില്ലേ? ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയും പേരന്റും നമ്മളൊരു കോൺട്രാക്ട് വെക്കുന്നുണ്ടല്ലോ. സാർ ക്ലിയർ ആവുന്നുണ്ടോ സാറേ? യെസ്. ആ ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോലും. ഇപ്പൊ ഞാനും എന്റെ വൈഫും കൂടെ എന്റെ മോന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആ കോൺട്രാക്റ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് 3 വർഷം അവിടെ ജോലി ചെയ്താന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, പിന്നെ അവരുടെ റയർ ജോബ് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് അവർ ഇത്രയും പൈസ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ട്, അപ്പം തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടും. ജോലി കിട്ടാതിരിക്കുന്നില്ലെങ്കിൽ അത്ര കഴിവ് കുട്ടികൾ അല്ലെ കോഴ്സ് ഇൻകംപ്ലീറ്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിത് ഒരു പരസ്യം ചെയ്തപ്പം ഒരു കുട്ടി യൂട്യൂബിൽ കയറി പരസ്യം ചെയ്തു, ഇത് നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്, 5 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ഇല്ലാതെ അലയുക, ഞാൻ ഇതേ സെയിം ഗവൺമെന്റ് കോളേജിൽ പഠിച്ചെന്നുള്ളത്. അപ്പൊ സിംഗപ്പൂര് നമുക്ക് അവിടെ ആളുള്ളതുകൊണ്ട് നമ്മൾ ഈ കുട്ടിയുടെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കി, അവൻ 5 വർഷമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്ക്ലോഗ്സ് ആണ്. മനസ്സിലായാൻ പറയുന്നത്? പിന്നെ എങ്ങനെ അവനെ ഹയർ ചെയ്യുന്നത്? പിന്നെ അങ്ങനെയുള്ള നെഗറ്റീവ്സുകൾ ഒഴിച്ച് ബ്രില്യന്റ്, കാരണം ഇവരെല്ലാം പഠിക്കുന്ന സ്കില്ലാണ്, റയർ ജോബ് കാറ്റഗറിയിലാണ് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുത്തിരിക്കുന്നത്. ഇവർ പക്ക കംപ്ലീറ്റ് ചെയ്യുകയും പ്ലസ് ഈ ഇന്റേൺഷിപ്പ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്ത്, കാരണം ഈ ലാസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഇവർക്ക് കോളേജിൽ തന്നെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മിടുക്കലായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ ഇവർക്ക് പ്ലേസ്മെന്റ് കിട്ടും. കാരണം അത്രയും വലിയൊരു കൺട്രി, ഞാൻ പറഞ്ഞല്ലോ ചെറിയ കൺട്രിയാണ്, എറണാകുളത്തിന്റെ വലിപ്പമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അത്രയുള്ള ലോകത്തിന്റെ മുഴുവൻ ഹെഡ് ഓഫീസുകൾ അവിടെയാണ്. നിങ്ങൾക്കറിയാലോ, അത്രയധികം കമ്പനികളുള്ള ഒരു രാജ്യമാണ് ദുബൈ പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈലി ഡിമാൻഡാണ്, എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. പക്ഷെ ഗുഡ് എംപ്ലോയീസിനെ മാത്രമാണ് അവിടെ എടുക്കുക എന്നുള്ള അവരുടെ ഒരു ഏറ്റവും വലിയ ഇത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി PR-ലേക്കൊക്കെ കൊടുക്കുള്ളൂ.
നമ്മൾ കൺവിൻസ് ചെയ്യുമ്പോഴും കുട്ടികൾ ഇത് തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യയിലല്ലോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതിനേക്കാളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട് ഈ കുറഞ്ഞ ഒരു ചെറിയ സ്ഥലത്ത്. പക്ഷെ അത് അക്യൂർ ചെയ്യണം. അക്യൂർ ചെയ്യാനുള്ള ആ ഒരു സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ടു സ്റ്റഡി, ദേ ഹാവ് ടു. ഇപ്പൊ കഴിഞ്ഞ വർഷം വിട്ട എൻ്റെ ഒരു കുട്ടി കോളേജ് ഫസ്റ്റ് ആയി. അവന് 90% സ്കോളർഷിപ്പ് കൊടുത്ത്, നമ്മൾ ഇവിടുന്ന് 50% കൊടുത്തു വിട്ടു, അപ് ടു 90 വരെ കിട്ടി. അപ്പൊ അവനങ്ങനെ പഠിച്ചിറങ്ങുമ്പോ ആ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയർ പണി കൊടുക്കാതിരിക്കുമോ? എന്റെ ലോജിക്ക് ഇതാണ്. അത് മാത്രമല്ല, ഈ അവിടെയുള്ള ഈ മുഴുവനും MNCs ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഈ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനല്ലേ ആവശ്യമുള്ളത്. യെസ്, അത് തന്നെയാണ് സാർ. നമ്മൾ പഠിപ്പിക്കുന്ന സ്കില്ലാണ്. അതാണ് ഇതിനകത്തുള്ള ഒരു വ്യത്യാസം. ഡിഗ്രി അല്ലല്ലോ. പിന്നെ സാർ ആദ്യം ആരോ ചോദിച്ച പോലെ പണി കിട്ടാൻ ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡിപ്ലോമ കോഴ്സുകളാണ്, സ്കില്ലാണ്. ഡിഗ്രിയെക്കാളും പെട്ടെന്ന്, കാരണം സ്കില്ലാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. മറ്റേ ഡിഗ്രികളാണ്. ഡിഗ്രി കഴിഞ്ഞ് പണി കിട്ടാൻ എളുപ്പം. പണിയാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ PR ആണ് പെട്ടെന്ന് നോക്കുന്നതെങ്കിൽ ഡിപ്ലോമയാണ് കൂടുതൽ നല്ലത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കാണോ അതോ പോളിടെക്നിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്കാണോ പണി കിട്ടുന്നത്, അല്ലെങ്കിൽ ITI കഴിഞ്ഞ ഒരാൾക്കാണോ ജോലി കിട്ടുന്നത്? ജോലിയുടെ ആംഗിളില്, കാരണം ജോലി കിട്ടിയാലാണ് നമുക്ക് എസ്-പാസ് കിട്ടുള്ളൂ. എസ്-പാസ് കിട്ടിയാലേ നമുക്ക് PR ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റാണ് സാർ. അത് മാത്രമല്ല, നമുക്കിപ്പോ പ്രൊവിഷൻ ഉണ്ടല്ലോ, ഒരു PR കിട്ടിക്കഴിയുമ്പോ അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോ 1 വർഷത്തെ കോഴ്സോട് കൂടി ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഡിഗ്രിയുടെ ബേസിൽ അവിടെ കിട്ടില്ല സാർ. പക്ഷെ ഇവർക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 1 വർഷം ഇവർക്ക് ആദ്യം കിട്ടും, അത് കഴിഞ്ഞ് 2 വർഷം കൂടെ എക്സ്ട്രാ കിട്ടും അവർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ സ്റ്റേ ബാക്കിനുള്ളിൽ ഈ 3 വർഷത്തിനുള്ളിൽ ആ കുട്ടിക്ക് അവിടെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടി നാട്ടിലേക്ക് പോരുന്ന നല്ലത്. ഞാൻ പറഞ്ഞ അതല്ല സാറേ, ഞാൻ പറഞ്ഞത് ഈ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 1 വർഷം കൂടെ 1 വർഷത്തെ പ്രോഗ്രാം ചെയ്താല് ഡിഗ്രി കിട്ടുമെന്ന് കൺഫൈൻ ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, അത് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നേരിട്ട് 1 വർഷത്തിലേക്ക് അവർ പഠിച്ച ഒരു ഇന്റർനാഷണൽ ആയതുകൊണ്ട് വീണ്ടും അവർക്ക് കോസ്റ്റ് വർദ്ധിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നേരെ ഇവര് ഡിഗ്രി എടുക്കാൻ പോവാതെ നേരെ ഇവർക്ക് സ്റ്റേ ബാക്ക് ജോലിയിലോട്ട് കയറുക. ജോലി കയറി കഴിയുമ്പം ഇവർക്ക് എസ്-പാസ് ലെവലിലുള്ള ഒരു സാലറി സ്ലിപ്പ് കിട്ടും. അങ്ങനെ 6 മാസത്തിന്റെ സാലറി സ്ലിപ്പ് അല്ലെ 1 വർഷത്തിന്റെ സാലറി സ്ലിപ്പ് വന്നാൽ ഇവർക്ക് PR ഫയൽ ചെയ്യാം, അല്ലേ? അപ്പൊ PR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ PR ആയി, പെർമനന്റ് റെസിഡന്റ് ആയി. പിന്നെ ഇവർ 1 വർഷത്തെ പഠിക്കുവാണെങ്കിൽ ഇവർക്ക് വളരെ കുറഞ്ഞ ഫീസേ വരുള്ളൂ ഈ 1 വർഷം പഠിയാൽ ഡിഗ്രി പഠിക്കുന്നതിന്. അല്ല ഇനിയിപ്പം അവൻ അത് താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയോടൊപ്പം പാർട്ട് ടൈം നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ കോളേജ് ഫുൾ ടൈമർ ആയിട്ട് പോകേണ്ട കാര്യമില്ല. അവന് ഓൺലൈൻ പോലെ അല്ലെങ്കിൽ പാർട്ട് ടൈം നിന്നുകൊണ്ട് സിംഗപ്പൂർ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട് ഡിഗ്രി എടുക്കാൻ. 1 വർഷം പഠിച്ചാൽ മതി. ഇങ്ങനെ 2 ഓപ്ഷൻസ് അവർക്കുണ്ട്. നല്ല ചോദ്യം സാറ് ചോദിച്ചത്. അപ്പൊ PR-ലെ ആളുകൾക്ക് ഫീസ് കുറയും. PR ആയി കഴിഞ്ഞാൽ അവന്റെ ആളായല്ലോ, അവന്റെ പെർമനന്റ് റെസിഡന്റ് ആയി മാറി. അപ്പൊ അവന് ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഒരാൾക്കുള്ളതിനേക്കാളും അവിടെയുള്ള ഒരാളാവുമ്പോൾ അവർക്ക് റേറ്റ് വളരെ 10-1 എമൗണ്ട് അടക്കേണ്ടി വരുള്ളൂ. അത് ഇത് മാത്രമല്ല, എന്ത് കോഴ്സുകൾ എടുത്താലും ഇപ്പൊ ഈ കോഴ്സ് എന്നല്ല, അവനിപ്പോ ഹയർ സ്റ്റഡീസിന് പോകണം, അല്ലെങ്കിൽ അവനിപ്പോ അവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം, അല്ല എന്ത് കാര്യത്തിനും അവന്റെ ആളായി മാറിയല്ലോ. അതിപ്പോ ഈ രാജ്യം എന്നല്ല, ഏത് രാജ്യത്ത് പോയാലും ആ പ്രിവിലൻസ് ഉണ്ട്. PR കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ആളായി മാറി. പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് അത് വേറെയാണ്, അറിയാലോ, വോട്ടവകാശം കിട്ടണമെങ്കിൽ. ഏകദേശം ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ, അല്ലെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനൊരു 45 മിനിറ്റ്സ് ആണ് ഉദ്ദേശിച്ചത്, ഇപ്പം തന്നെ 1.25 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ കൂടെ ചോദിക്കാം. എന്ത് കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് വിജയിച്ചേ പറ്റുള്ളൂ. ഈ വർഷം നമ്മുടേതാക്കണം. നമുക്ക് എന്താണെങ്കിലും ഓരോ ബ്രാഞ്ചിനും മിനിമം 100-ൽ കൂടുതൽ വിസകൾ നിങ്ങൾ എൻഷുർ ചെയ്യണം. 100 വിസയിൽ കൂടുതൽ നമുക്ക് ചെയ്താലാണ് നമുക്ക് എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ ഐ ആം റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാം, ഇപ്പം തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, ട്രെയിനിങ് കലണ്ടർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മാസം ചെയ്യുന്ന എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് വരുന്നത് അത് ഞാൻ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് ട്രെയിനിങ്ങുകൾ അതിനകത്ത് ആഡ് ഓൺ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി റെപ്പുകളുടെ ഒരു അവൈലബിലിറ്റിയും കൂടെ അറിഞ്ഞിട്ട് വേണം, അതിനകത്ത് 1-2 ട്രെയിനിങ് കൂടെ വരും. അപ്പം കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് നമ്മളെ കൂടുതൽ ഷാർപ്പാക്കും, യാതൊരു സംശയമില്ല. എന്തായാലും നോളജ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാർക്കറ്റിൽ നോളജ് ഉള്ളവരുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇൻഡസ്ട്രി നോളജ് ഉണ്ടാവണം. ക്ലോസിംഗ് ടെക്നിക്കൽ, ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ക്ലോസിംഗ് ടെക്നിക്സിലേക്ക് വരുന്നില്ല. ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നത് പറ്റിക്കപ്പെടാനാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാനല്ല, നമ്മളെ പറ്റിക്കാനാണ് വരുന്നത് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകുന്നത്. കാരണം ഒരു ഫിഷ് ഇര തേടിയാണ് വരുന്നത്, അല്ലേ? ഫിഷ് ഇര തേടി വരുന്നത്, ഒരിക്കലും ചൂണ്ട തേടിയല്ല വരുന്നത്. പക്ഷെ നമ്മൾ ചൂണ്ടയിട്ട് ആ മീനെ പിടിച്ചാൽ മാത്രമേ ആ മീൻ നമ്മളിലേക്ക് വരുള്ളൂ. മീനിന്റെ ലക്ഷ്യം എപ്പോഴും ഇര മാത്രം എടുത്തുകൊണ്ട് പോവുക,
ചൂണ്ടയിൽ പെടാതെ നോക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ആ ഒരു മീൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൂണ്ടയും കൂടെ കൊടുക്കണം. അല്ല നിങ്ങളുടെ ഇന്ന് നോളജ് മാത്രം അവൻ അക്യൂർ ചെയ്തിട്ട് അവൻ പോവുകയാണെങ്കിൽ നമുക്ക് ആ മീനിനെ കിട്ടില്ല. ലോജിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം, നമ്മുടെ കൂടെ ഒത്തിരി പേര് വരുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്, ഒത്തിരി നോളജ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ക്ലോസിംഗിലേക്ക് വരാതെ അവര് നിങ്ങളുടെ നിന്ന് കിട്ടിയ നോളജ് എടുത്തുകൊണ്ട് പോയി വളരെ സിമ്പിൾ ആയിട്ട് അവര് ഒന്നെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കണ്ട ഒരു കാര്യമാണ്, പല ഫ്രാഞ്ചൈസിയിലും അവർ നമ്മുടെ നിന്ന് നോളജ് എടുത്തിട്ടുള്ള പലരും ഇന്ന് വിദേശത്ത് പലതും ഇരിപ്പുണ്ട്, പക്ഷെ അവരുടെ കൂടെ അല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുള്ള റീസൺ ഒന്ന് ബ്രാൻഡിങ് ആണ്, രണ്ടാമത് സെയിൽ ടെക്നിക്സ് ഇല്ലാത്തതാണ്, മൂന്നാമത് അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വന്നതാണ്. നമ്മുടെ കുറ്റം തന്നെയാണ്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ച് രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും സർവീസുകൾ അവർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറ്റിയില്ലെങ്കിൽ വി ക്യാൻ റീഫണ്ട് ദാറ്റ് മണി. മനസ്സിലായി? നമുക്ക് അവരുടെയും ഫണ്ടുകൾ കൊണ്ടൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വിസയാണ് ആവശ്യം. ഇപ്പൊ വിസ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു രജിസ്ട്രേഷൻ ലെവലിലേക്ക്, ഇപ്പൊ ഓരോ ബ്രാഞ്ചും ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ദേ ക്യാൻ ഡു രജിസ്ട്രേഷൻ. അവരുടെ വേറെ ആളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഒരു പണം നമ്മളിലേക്ക് വരണമെങ്കിൽ അവന് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഇല്ലാതെ അവൻ തരത്തില്ല. ശരിയല്ലേ? അപ്പൊ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൈമറി ടാസ്ക്. ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ക്ലോസിംഗ് ആണ് പലരുടെയും പ്രശ്നം. പിന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങളിത് കുറെ നാൾ കൊണ്ട് നല്ല എക്സ്പേർട്ട് ആവും. ഇപ്പൊ ഞാൻ പോലും എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും എപ്പോഴും ഞാൻ 10% നോളജ് ഉണ്ടെന്ന് കരുതുന്നുള്ളൂ. ഇനിയും 90% ഇത് നോളജ് അക്യൂർ ചെയ്യാൻ കിടക്കുവാണ്. പിന്നെ ഇത് നമ്മളൊന്ന് പഠിച്ചു വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു കൺട്രിയുടെ അപ്ഡേഷൻസ് ചേഞ്ച് വരും. അപ്പൊ നമ്മളെപ്പോഴും ലൈവായി നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ആകുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഞാൻ വളരെ പാഷനേറ്റ് ആണ് കാരണം ഇതിനെ ഞാനൊരു ജോലിയായിട്ടല്ല കാണുന്നത്, വളരെ എൻ്റെ ഹൃദയം കൊണ്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അവസരം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാണാവുന്ന ഒരു പ്രൊഫഷനാണ്. നമുക്ക് ഇതിന്റെ നോളജെല്ലായിട്ട് നന്നായിട്ട് നമ്മൾ കൗൺസിൽ ചെയ്ത് മറ്റുള്ളവരെ നമ്മൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു ദൈവികമായിട്ടുള്ള ഒരു ഇതും കൂടെ നമുക്ക് വരാം. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ വളരെ ഇതായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്താൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സെഗ്മെന്റ് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ അറിവ് കിട്ടാൻ പറ്റുന്നോ അതെല്ലാം നിങ്ങൾ അറിവ് എടുക്കുക, ട്രെയിനിങ്ങുകൾ വരിക. ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്നത് കൂടാതെ പല നോളജുകൾ എടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് കോമ്പറ്റീറ്ററെ ഫോളോ ചെയ്യണം. ഇപ്പൊ നമ്മൾ രാത്രി ഞാൻ ഇന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കോമ്പറ്റീറ്റർ മേജർ പ്ലെയേഴ്സ് അവരുടെ വീഡിയോകളൊക്കെ ഫോളോ ചെയ്യണം. അവരെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാം. കാരണം ഏത് കോമ്പറ്റീറ്റർ, കേരളത്തിലല്ല ഇന്ത്യയിലെ ഏത് പ്രൊമോട്ടറും എന്ത് ബിസിനസ് മീൻസ് സ്റ്റഡി അബ്രോഡിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ടോ ആ പരസ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. കാരണം ഇന്ന് ഗ്ലോബലിലുള്ള ഏത് ഓപ്പർച്യൂണിറ്റിയും ഫസ്റ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. അതിനുള്ള നെറ്റ്വർക്കിംഗ് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പരസ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില കേസുകൾ ചെയ്യത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ആഫ്റ്റർ ലാൻഡിങ് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ വിസ കിട്ടാതെ വരുന്നത്, പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അന്നേരം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നമ്മളത് മുമ്പോട്ട് പോകത്തില്ല. അത് മാത്രം നമ്മൾ നോക്കുക. ചില കോഴ്സുകൾ നമ്മൾ ചെയ്യില്ല എന്ന് മാത്രം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.